ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട റീസെൻ്റായിട്ട് നടന്ന SSC CGL ചോദിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരുന്നു ചർച്ച ചെയ്തു വരുന്നത്. ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 30ഓളം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. അതിന് കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എന്തായാലും നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്ന റീസെൻ്റ് ആയിട്ട് ചോദിച്ച CGL വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെന്ന്. ആദ്യത്തെ ചോദ്യം എന്താണ്? അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു ഡെവലപ്പ് ദ സയന്റിഫിക് ടെമ്പർ, ഹ്യൂമാനിസം ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റീഫോം. ചോദ്യം എന്താണ്? ഇവിടെ കൊടുത്തൊരു ടേം ഉണ്ടല്ലോ, അതായത് ഒരു കോട്ട് പോലെ ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെ ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് എന്ന് തുടങ്ങുന്ന ഒരു കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ കൊടുത്ത് ഇറ്റ് ഷാൾ ബി എന്ന് തുടങ്ങുന്ന ആ ഒരു വാചകം വരുന്ന കാര്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് ഈ ഒരു കാര്യത്തെ കൃത്യമായിട്ട് ഒന്നുകൂടെ വായിക്കാം അല്ലെ. ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ. എന്താണ്? ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ. എന്താണ്? നമ്മുടെ എല്ലാ പൗരന്മാരുടെയും കർത്തവ്യം അല്ലെങ്കിൽ കടമ അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇന്ത്യൻ സിറ്റിസൺസിന് എന്താണ് അവർ ചെയ്തിരിക്കേണ്ട, അടിസ്ഥാനപരമായിട്ട് അവർ ചെയ്തിരിക്കേണ്ട ചില കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ കടമകൾ ഉണ്ടല്ലേ. അതിനെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? അതിനെ നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന പേരിൽ വിളിക്കാറുണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന പേരിൽ നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. ആ ഒരു കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് വിളിക്കാറുണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരൊറ്റ ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. ആർട്ടിക്കിൾ 51 ആണല്ലേ. അതിന് സബ് ക്ലോസ് ആയിട്ട് 51A, B എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പ്രതിപാദിക്കുന്ന ഒരു പാർട്ടും ഒരു ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ പാർട്ട് 4A ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 51 ഓക്കെ, ആർട്ടിക്കിൾ 51A ഓക്കെ, ആർട്ടിക്കിൾ 51 അല്ല, ആർട്ടിക്കിൾ 51A ക്ലിയർ ആണല്ലോ. സോ ഇതിന്റെ ഉത്തരം എന്താണ്? ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു ഡെവലപ്പ് എ സയന്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റീഫോം. അതിനർത്ഥം എന്താണ് വരുന്നത്? ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക എന്നത് എല്ലാ ഇന്ത്യക്കാരൻ്റെയും കടമയാണെന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിലാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ആർട്ടിക്കിൾ ഏതാണ്? അനുച്ഛേദം ഏതാണ്? ഭാഗം 4A ആണെങ്കിൽ അനുച്ഛേദം 51A ആണ്. ആ ഒരു ചോദ്യം ക്ലിയർ ആണല്ലോ. ആ ഒരു ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത് അത്ര മാത്രമേ ഉള്ളൂ. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ ഡെഫിനിഷൻ ആണ് അവിടെ തന്നത്. അത് ഏത് ആർട്ടിക്കിൾ ആണെന്ന് തിരിച്ച് ചോദ്യം വന്നു. നെക്സ്റ്റ് എന്താണ്? ഇൻ ഇന്ത്യ ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഈസ് അപ്പോയിന്റഡ് ബൈ. എന്താണ്? ഇന്ത്യയിലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. ഓൾറെഡി നമ്മൾ മുൻപൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലെ. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ടും സംസ്ഥാന നിയമസഭകളിലേക്കുള്ള ഒക്കെയുള്ള ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന ബോഡിയാണ് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷണർ. അതിൻ്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടാവും, പ്ലസ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ടാവും. ഇതിൻ്റെ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആയിരുന്നു. ഓക്കെ, ഈ പറയുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന് കമ്മീഷണറെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഇന്ത്യയുടെ പ്രഥമ പൗരനായുള്ള പ്രസിഡന്റ് ആയിരിക്കും. ബട്ട് ഇവിടെ ചോദ്യം അതല്ല. ചോദ്യം കൃത്യമായിട്ട് വായിക്കണം. ഇവിടെ എക്സ്ട്രാ ഒരു ടേം കൂടെയുണ്ട് അല്ലേ. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ എന്നതിന് പകരമായിട്ട് അവിടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നുണ്ട്. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഓരോരോ സംസ്ഥാനങ്ങൾക്കും എന്താണ് ഇത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തലപ്പത്ത് ഇലക്ഷൻ കമ്മീഷണർ വരുന്നുണ്ട് അല്ലേ. കേരളത്തിനാണെങ്കിൽ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ വരുന്നുണ്ട്. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കമ്മീഷണർ വരുന്നുണ്ട്. തമിഴ്നാടുവിനുണ്ട്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾക്ക് എന്താണ് ഇത്തരത്തിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അതത് സംസ്ഥാനങ്ങളിലും അവർക്ക് അതിൻ്റെ തലപ്പത്തൊരു ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടാവും. ഈ പറയുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ ആര് നിയമിക്കുന്നു എന്നാണ് ചോദ്യം വന്നുള്ളത്. സോ ആരല്ല എന്ന് ഉറപ്പായി? പ്രസിഡന്റ് അല്ല എന്ന് ഉറപ്പായി അല്ലെ. പ്രസിഡന്റ് അല്ല എന്ന് ഉറപ്പായി. പിന്നെ ആരായിരിക്കും? നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്റ്റേറ്റിന്റെ നോമിനൽ ഹെഡ് എന്നറിയപ്പെടുന്നത് പ്രസിഡന്റും അതുപോലെ സ്റ്റേറ്റിന്റെ റിയൽ ഹെഡ് എന്നറിയപ്പെടുന്നത്, സ്റ്റേറ്റ് എന്ന് പറയുന്ന രാഷ്ട്രമാണ്, യൂണിയൻ ഗവൺമെന്റാണ് റിയൽ ഹെഡ് എന്നറിയപ്പെടുന്നത്, പ്രസിഡന്റും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ആണെങ്കിൽ സെയിം കാര്യം തന്നെ എന്താണ്?
സംസ്ഥാനങ്ങളിൽ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മളൊരു സംസ്ഥാനത്ത് എന്താണ് ഒരു രാജ്യം എന്ന രീതിയിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ പറയുന്ന നോമിനൽ ഹെഡ് പ്രസിഡന്റിന്റെ സ്ഥാനത്ത് പ്രസിഡന്റ് ഈക്വാലന്റ് ആയിട്ട് ആരാണ് വരുന്നത്? ഗവർണർ ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ ഈ പറയുന്ന പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഈക്വാലന്റ് ആയിട്ട് ആര് വരുന്ന? ചീഫ് മിനിസ്റ്റർ വരുന്നുണ്ട് അല്ലെ. സോ സെൻട്രൽ ഇൻഫർമേഷനിലെ ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെങ്കിൽ സംസ്ഥാനത്ത് വരുന്ന ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഗവർണർ ആയിരിക്കും നിയമിക്കുന്നത്. ആ രീതിയിൽ ആ ഒരു കാര്യം കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കണം. ഇനി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആസ് പെർ 243 ക്ലോസ് 1 ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പഞ്ചായത്ത് ലെവൽ, അതായത് മുനിസിപ്പാലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അവിടെ വരുന്ന ഇലക്ഷൻ നടത്തുന്നത് ഈ പറയുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും. ഓക്കെ, കണ്ടക്ട് ഓഫ് ഓൾ ഇലക്ഷൻ ടു ദ പഞ്ചായത്ത്, അതായത് മുനിസിപ്പാലിറ്റീസ് അണ്ടർ ആർട്ടിക്കിൾ 243 സെഡ്യ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ ഇലക്ഷൻ നടത്തുന്നത് ആരായിരിക്കും? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും അല്ലെ. ആ ഒരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സംസ്ഥാന തലത്തിൽ വരുന്ന നമ്മുടെ വാർഡ് മെമ്പർമാരുടെ ആ ഒരു ഇലക്ഷൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ഇലക്ഷൻ ഒക്കെ വരാറില്ലേ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? ആ ഒരു കാര്യങ്ങൾ ഒരിക്കലും സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അല്ല കണ്ടക്ട് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. നേരെ മറിച്ച് സംസ്ഥാന തലത്തിൽ നിയമസഭാ ഇലക്ഷനൊക്കെ വരുന്ന സമയത്തും ലോക്സഭാ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് അത് കണ്ടക്ട് ചെയ്യുന്നത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ്. ആ രീതിയിൽ കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കണം. നെക്സ്റ്റ് ചോദ്യം എന്താണ്? ദ ഒറിജിൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ക്യാൻ ബി ട്രേസ്ഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നമ്മുടെ DPSP അല്ലേ. ഈ പറയുന്ന DPSP താഴെ പറഞ്ഞ 4 കാര്യങ്ങളുണ്ട്. അതിൽ ഏതിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തു വന്നു, അല്ലെങ്കിൽ ഏതിന്റെ പരിണിത ഫലമായിട്ട് ഒറിജിനേറ്റ് ചെയ്തു വന്നു എന്നാണ് നമുക്ക് പറയാൻ പറ്റുക എന്നതാണ് ചോദ്യം. ഒന്നാമത്തത് ഗാന്ധി ഇർവിൻ പാക്ട്. ഏതാണ്ട് ആ ഒരു സമയത്ത് തന്നെയാണ് ഈ പറയുന്ന DPSPയുടെ കാര്യങ്ങൾ ആദ്യമായിട്ട് ഒരു ചർച്ച വരുന്നത്. DPSP വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഈ ഒരു കാലഘട്ടത്തിന് ഇങ്ങനെ ഒരു കാര്യം ഭരണഘടന വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അവിടെ സ്വന്തമായിട്ട് ഭരണഘടന വരുന്ന സമയത്ത് അവിടെ ആഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചേർക്കണം എന്നൊരു ചിന്തയുണ്ട്. ബട്ട് ഗാന്ധി ഇർവിൻ പാക്ട് അല്ല. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് വരുന്നത് പൂന പാക്ട്, അതുമല്ല. അതുപോലെ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഉണ്ട്, അതുമല്ല. നാലാമത് എന്താണ്? കറാച്ചി റെസല്യൂഷൻ ആണ് അല്ലേ. കറാച്ചി റെസല്യൂഷനിലാണ് ഇത്തരത്തിൽ നമുക്ക് ഭരണഘടന ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ രീതിയിൽ ഇന്ത്യക്ക് എന്താണ് ഇനി അങ്ങോട്ട് ഇതുപോലെയുള്ള ആശയങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് വേണമെന്നൊരു തീരുമാനം ആദ്യമായിട്ട് വരുന്നത്. ഈ കറാച്ചി സെഷനിൽ തീരുമാനിച്ച സോഷ്യോ എക്കണോമിക് പ്രൊവിഷനാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മെമ്പേഴ്സ് പാർട്ട് 4, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി പാർട്ട് 4 എന്ന് പറയുമ്പോൾ എന്താണ്? പാർട്ട് 4 എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 36 തൊട്ടിട്ട് 51 വരെ അല്ലേ. ഈ പറഞ്ഞ കറാച്ചി റെസല്യൂഷനിൽ കൈക്കൊണ്ട സോഷ്യോ എക്കണോമിക് പ്രൊവിഷനാണ് പിന്നീടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരണ സമയത്ത്, ഭരണഘടനയുടെ രൂപീകരണ സമയത്ത് എന്താണ് DPSP എന്ന് പറയുന്ന ഒരു ആശയമായിട്ട് പാർട്ട് 4ലേക്ക് ഉൾപ്പെടുത്തപ്പെടുന്നു. ഓക്കെ, ആ രീതിയിൽ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ കറാച്ചി സെഷന്റെ ഒക്കെ പരിണിത ഫലമായിട്ട് തന്നെയാണ് 1938 വന്ന നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. അറിയാമല്ലോ, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 1938 ആ ഒരു ബോഡി രൂപീകരിച്ചതും ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിലാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഭഗത് സിംഗിന്റെ എക്സിക്യൂഷൻ ആ ഒരു കാലയളവിലാണ് ഭഗത് സിംഗിന്റെ എക്സിക്യൂഷൻ ഒക്കെ വരുന്നത് അല്ലേ. ഗാന്ധി ഇർവിൻ പാക്ടിനൊക്കെ ശേഷമാണ് ഈ പറയുന്ന കറാച്ചി സെഷൻ നടന്നത്. ആ ഒരു രീതിയിലുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ, കറാച്ചി റെസല്യൂഷൻ, കറാച്ചി സെഷന്റെ ഭാഗമായിട്ട് കൈക്കൊണ്ട കറാച്ചി റെസല്യൂഷന്റെ പരിണിത ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന, ഇന്ന് ആസ്വദിക്കുന്ന ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന ആശയങ്ങളൊക്കെ വരുന്ന DPSP എന്ന് പറയുന്ന പാർട്ട് 4ലെ ആ ഒരു ഭാഗം അല്ലെ. ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. സോ ഉത്തരം എന്താണ്? കറാച്ചി റെസല്യൂഷൻ ആണ്. നെക്സ്റ്റ് ചോദ്യം എന്താണ്? മാച്ച് ദ ഫോളോയിങ് നെയ്ബറിംഗ് കൺട്രീസ് ഓഫ് ഇന്ത്യ വിത്ത് ദ ഒഫീഷ്യൽ ലാംഗ്വേജസ്. ഇങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ. അതിപ്പോൾ ഒഫീഷ്യൽ ലാംഗ്വേജ് തന്നെ ആവണമെന്നില്ല. ചിലപ്പം ഈ പറയുന്ന പോലെ രാജ്യങ്ങൾ തന്നിട്ട് രാജ്യങ്ങളുടെ കറൻസി വരാം, രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാർ വരാം, രാജ്യങ്ങളുടെ പ്രസിഡന്റ് വരാം, അല്ലെങ്കിൽ ആ ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട മറ്റേതെങ്കിലും രീതിയിൽ ചോദ്യങ്ങൾ വരാം അല്ലേ. സോ ആ രീതിയിലൊക്കെ കറൻസി, ക്യാപിറ്റൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. ഇവിടെ എന്താണ് ചോദിച്ചത്? ആ ഒരു രാജ്യവും രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജുമാണ്. അത് മാത്രമല്ല ഒരുപാട് ചോദ്യങ്ങൾ വരും. ക്യാപിറ്റൽ വരും, കറൻസി വരും, അതുപോലെ തന്നെ
ആ ഒരു രാജ്യത്തിന്റെ ഹെഡൊക്കെ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. സോ നമുക്ക് ഇവിടെ ഓപ്ഷന് കാര്യങ്ങൾ നോക്കാം. ശ്രീലങ്ക അല്ലെ, ശ്രീലങ്ക ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. സോങ്ക, ബർമീസ്, സിൻഹള. സോ ഉത്തരം എന്താണ്? സിൻഹള. പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മൾ സിംഹള രാജ്യം എന്നൊക്കെയാണ് ശ്രീലങ്കയെ വിളിച്ചത്. സോ സിൻഹള നമുക്ക് അവിടുന്ന് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ എന്താണ്? ഭൂട്ടാനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ, ഭൂട്ടാൻ അവിടെ നിൽക്കട്ടെ. മ്യാൻമാർ, മ്യാൻമാറിനെ പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മൾ എന്ത് പേരിലായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്? മ്യാൻമാറിന് നമ്മൾ പണ്ട് കാലഘട്ടങ്ങളിൽ വിളിച്ചിട്ടുണ്ടായിരുന്ന പേര് ബർമ്മ എന്നായിരുന്നു അല്ലെ. ആ ഒരു ബർമ്മയാണ്, ബർമ്മയുമായിട്ട് ബന്ധപ്പെട്ടാണ് ബർമീസ് ഭാഷ. സോ ആ രീതിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അതുപോലെ പിന്നെ എന്താണ്? പിന്നെ ഭൂട്ടാൻ മാത്രമാണ് ബാക്കിയുള്ളത്, അത് സോങ്ഖയാണ്. ക്ലിയർ ആണല്ലോ? സോ ഉത്തരം എന്താണ്? ഉത്തരം വരുന്നത് 1C 2A 3B. 1C 2A 3B. ഓപ്ഷൻ 3 ഉത്തരമായിട്ട് വരുന്നത് അല്ലെ. ഒഫീഷ്യൽ ലാംഗ്വേജ് ചോദിച്ചിട്ടുണ്ട്. കറൻസിയും ക്യാപിറ്റലൊക്കെ നമ്മൾ കറണ്ട് അഫെയറിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നിങ്ങൾക്ക് അതുപോലെ തന്നെ സ്റ്റാറ്റിക് GK കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് സെപ്പറേറ്റ് ക്ലാസ്സുകൾ. ഇനി നമ്മുടെ മറ്റയൽ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് കൂടെ ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. ചൈനയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്താണ്? മാൻഡറിൻ ആണ് അല്ലേ. മാൻഡറിൻ ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്ന രീതിയിലൊക്കെ ഒരിക്കലൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. മാൻഡറിൻ. പാകിസ്ഥാന്റെ ഉറുദു ആണ്. നേപ്പാളിന്റെ നേപ്പാളി ഭാഷയാണ്. മാലദ്വീപ്സിന്റെ മാലിദ്വീപിയൻ ബട്ട് ദിവേഹി എന്ന പേര് കൂടെ അറിയപ്പെടാറുണ്ട്. ഇത്രയും രാജ്യങ്ങളുടെയും അറ്റ്ലീസ്റ്റ് ഒഫീഷ്യൽ ലാംഗ്വേജസ് ഒന്ന് പഠിച്ചു വെക്കണം. കൂടുതൽ പഠിച്ചു വെച്ചാൽ അത്രയും നല്ലത്. ഒഫീഷ്യൽ ലാംഗ്വേജ് മാത്രം പോരാ, ക്യാപിറ്റൽ, കറൻസി, അറ്റ്ലീസ്റ്റ് നമ്മുടെ അയൽ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ശ്രീലങ്ക, ചൈന, ഭൂട്ടാൻ, മ്യാൻമാർ, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ, മാൽദീവ്സ് അതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട അയൽ രാജ്യങ്ങളുടെ ക്യാപിറ്റൽ, കറൻസി, ഒഫീഷ്യൽ ലാംഗ്വേജ്, ആ ഒരു രാജ്യത്തിന്റെ ഹെഡ് ആരാണോ, അത്രയും കാര്യങ്ങൾ നമ്മൾ മിനിമം, അതുപോലെ തന്നെ ആ ഒരു രാജ്യം ഫോം ചെയ്ത വർഷവും അത്രയും കാര്യങ്ങൾ നമ്മൾ അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ ഉത്തരം 1C 2A 3B. നെക്സ്റ്റ് ചോദ്യം എന്താണ്? ദ ടോട്ടൽ number of ministers including the chief minister in the council of ministers in a state shall not exceed of the total number of members of the legislative assembly of state. ഈ ഒരു ചോദ്യം കാണുമ്പോൾ കൺഫ്യൂസിങ് ആവേണ്ട. ഈ ഒരു ചോദ്യം നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനമായിക്കോട്ടെ, ഏത് സംസ്ഥാനമായിക്കോട്ടെ, ആ ഒരു സംസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ചോദ്യം എന്താണ്? ദ ടോട്ടൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ്. ടോട്ടൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ചീഫ് മിനിസ്റ്ററും വരുന്നു, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും വരും അല്ലെ. അവരുടെ എണ്ണാണ്. അവരുടെ എണ്ണം എന്താണ്? ഷാൽ നോട്ട് എക്സീഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് സ്റ്റേറ്റ്. അതായത് അവരുടെ എണ്ണം എന്ന് പറയുന്നത് ആ ഒരു സംസ്ഥാനത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സിന്റെ എണ്ണത്തിൽ എത്ര ശതമാനത്തിൽ കൂടാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് 15%. അതിന്റെ അർത്ഥം എന്താണ്? ഒരു സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സംസ്ഥാനത്ത് 100 MLA-മാരുണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, ഒരു സംസ്ഥാനത്ത് 100 MLA-മാരുണ്ടെങ്കിൽ ആ ഒരു സംസ്ഥാനത്ത് ഫോം ചെയ്യുന്ന ലെജിസ്ലേറ്റീവ് ആ ഒരു സംസ്ഥാനത്തിൽ ഫോം ചെയ്യുന്ന ചീഫ് മിനിസ്റ്ററും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അവരുടെ എണ്ണം, അതിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുടെയും എണ്ണം അടങ്ങുന്ന ആ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് 15 കൂടാൻ വേണ്ടി പാടില്ല. ഓക്കെ, 15 കൂടാൻ വേണ്ടി പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. മാക്സിമം 15 എണ്ണം മാത്രമേ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ചീഫ് മിനിസ്റ്റർ ഇൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ എ സ്റ്റേറ്റ് ഷാൽ നോട്ട് എക്സീഡ് 15% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് സ്റ്റേറ്റ്. അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആ ഒരു നമ്പർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നോക്കുക? ഒരു സംസ്ഥാനത്ത് 100 MLA-മാരുണ്ടെങ്കിൽ, ടോട്ടൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് 100 MLA-മാരുണ്ടെങ്കിൽ ആ ഒരു സംസ്ഥാനത്ത് വിജയിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു പാർട്ടി അവരുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പ് ഫോം ചെയ്യല്ലോ. അങ്ങനെ ഫോം ചെയ്യുന്ന മിനിസ്റ്റേഴ്സ്, ആ ഒരു മിനിസ്റ്റർ ഇപ്പൊ മുഖ്യമന്ത്രി ആവും, ആഭ്യന്തരമന്ത്രി, അങ്ങനെ ഒരുപാട് മിനിസ്റ്റേഴ്സ് വരും അല്ലെ. അവരുടെ എണ്ണം എന്ന് പറയുന്നത് 15 മേലെ ആവാൻ വേണ്ടി പാടില്ല. ഇനി 200 MLA-മാരുണ്ടെങ്കിൽ എന്താണ്? മാക്സിമം 30 വരെയുള്ള, എന്ന് കരുതിയിട്ട് 30 തന്നെ വേണമെന്നില്ല, മാക്സിമം 30 വരെയുള്ള ഈ പറയുന്ന ഗ്രൂപ്പ് ഫോം ചെയ്യാം. ഇനി എന്താണ്? ഇനി 300 MLA-മാരാണെങ്കിൽ എന്താണ്? 300 15% എത്രയാണ്? 45 ആണല്ലോ. 45 വരെയുള്ളത് വരാം. 400 ആണെങ്കിൽ 60 കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എണ്ണം വരെ വരാം. ആ രീതിയിൽ എന്താണ്?
മാക്സിമം എത്രയാണോ ഉള്ളത് അതിന്റെ 15% മേലെ പോവാൻ വേണ്ടിയിട്ട് പാടില്ല. അത്ര മാത്രമേ ഈ ഒരു കാര്യം പറയുന്നുള്ളൂ. ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 164 പ്രധാനമായിട്ട് ഇങ്ങനൊരു കാര്യം പറയുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ 100 MLA മാരുണ്ടെങ്കിൽ 15, 200 ഉണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു എമൗണ്ട് MLA മാരുടെ ആ ഒരു എണ്ണവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ ഒരു സ്ട്രെങ്ത് സ്റ്റേറ്റിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരാറുണ്ട്. മാക്സിമം സ്ട്രെങ്ത് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഈ പറഞ്ഞതുപോലെയുള്ള മാക്സിമം സ്ട്രെങ്ത് നമുക്കറിയാം. ലെജിസ്ലേറ്റീവ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അല്ല. ആ ഒരു മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് ഏറ്റവും വലിയ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉണ്ടാവുന്ന മാക്സിമം എണ്ണം എന്ന് പറയുന്നത് 500 ആണല്ലേ. സോ 500 അതിന്റെ 15% എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു നമ്പർ ഓഫ് മെമ്പേഴ്സിന് ഒരു അസംബ്ലിയിൽ വരാൻ വേണ്ടി സാധിക്കും. ഇനി എത്രയാണ്? ഇനി മിനിമം സ്ട്രെങ്ത് വരുന്നത് എത്രയാണ്? 60 ആണല്ലേ. മിനിമം സ്ട്രെങ്ത് വരുന്നത് 60 ആണ്. 60 വരുന്ന ആ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ എന്താണ്, 15 താഴെയാണ്, 15% തന്നെ, ബട്ട് എണ്ണം 15 താഴെയായിട്ട് വരുമല്ലേ. ആ രീതിയിൽ വ്യത്യാസമുണ്ട്. ബട്ട് ഞാൻ ഈ 500, 600 ആ ഒരു ലിമിറ്റിനുള്ളിൽ തന്നെ നിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർലമെന്റ് ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ അരുണാചൽ പ്രദേശ്, ഗോവ അവിടെയൊക്കെ എന്താണ്, അവിടെ 30 ഫിക്സഡ് ആണ്. 30 ഇതുപോലുള്ള എണ്ണം ഫിക്സഡ് ആണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലി എണ്ണം 30 ഫിക്സഡ് ആണ്. മിസോറാമിൽ 40, നാഗാലാൻഡിൽ 46 ഫിക്സഡ് ആണ്. പ്രധാനമായിട്ട് പോപ്പുലേഷൻ, ആ ഒരു സ്റ്റേറ്റിന്റെ പോപ്പുലേഷനും കാര്യങ്ങളൊക്കെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ ടോട്ടലി പറയുന്ന സമയത്ത് എന്താണ്, ആ ഒരു സംസ്ഥാനത്തിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ ആ മെമ്പേഴ്സിന്റെ ടോട്ടൽ എണ്ണത്തിന്റെ 15% മേലെ ആളുകളുടെ എണ്ണം ആ ഒരു സംസ്ഥാനത്ത് ഫോം ചെയ്യുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എണ്ണത്തിൽ പാടില്ല. ഓക്കെ, അത്ര മാത്രം ഇവിടെ പഠിക്കാനുള്ളൂ. 15% ആണ്. നെക്സ്റ്റ് എന്താണ്, ഹു among the following has been appointed as the new chairperson of the National Company Law Appellate Tribunal, അതായത് NCLAT എന്ന് പറയും, for a period of 4 years or until attains the age of 70 years whenever is the earlier in November 2021. എന്താണ്, 2021 നവംബർ മാസത്തെ കറണ്ട് അഫെയർ പ്രകാരം, കുറച്ച് പഴക്കം ചെന്ന കാര്യമാണല്ലേ, ആ ഒരു കറണ്ട് അഫെയർ പ്രകാരം നമ്മുടെ NCLAT അഥവാ നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രിബ്യൂണലിന്റെ ഹെഡായിട്ട് തലപ്പത്ത് ആരെ നിയോഗിച്ചു എന്നാണ് ചോദ്യം. ഞാൻ ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് വരാം. ഉത്തരം വരുന്നത് അശോക് ഭൂഷൺ ആണ്. കറണ്ട് അഫെയർ ഡാറ്റയാണ്, എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, നമുക്ക് ചോദ്യം തന്നെ തന്നിട്ടുണ്ട് NCLATയുടെ ടെന്യൂർ, ആ ഒരു ചെയർമാന്റെ ടെന്യൂർ 4 വർഷം അല്ലെങ്കിൽ എന്താണ് 70 വർഷം, ഏതാണോ അദ്ദേഹം ആദ്യം കംപ്ലീറ്റ് ആവുന്നത് അതിനനുസരിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ ടെന്യൂർ എന്നൊരു കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ആ രീതിയിൽ ഓർത്തു വെക്കണം. ഉത്തരം ഇവിടെ വരുന്നത് അശോക് ഭൂഷൺ ആണ്. അശോക് ഭൂഷന്റെ പേര് കേരള ഹൈക്കോടതിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടാവും. എങ്ങനെയാണ്, കേരള ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയായിരുന്നു അശോക് ഭൂഷൺ. അതുപോലെ വളരെ പ്രസിദ്ധമായുള്ള അയോധ്യ കേസിലൊക്കെ വിധി പറഞ്ഞ 5 അംഗ ബെഞ്ചിലെ മെമ്പറൊക്കെ ആയിരുന്നു ഈ പറയുന്ന അശോക് ഭൂഷൺ. ആ രീതിയിൽ അശോക് ഭൂഷന്റെ പേര് അവിടെ ഒന്ന് ഓർത്തു വെച്ചു. അതുപോലെ NCLAT അതായത് നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രിബ്യൂണലിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 11 മെമ്പേഴ്സ് ആണ് അതിൽ വരുന്നത്. ആ ഒരു 11 മെമ്പേഴ്സ് തന്നെ ആരൊക്കെ വരും, ഒരു ചെയർപേഴ്സൺ വരും, 3 ജുഡീഷ്യൽ മെമ്പർ വരും, 2 ടെക്നിക്കൽ മെമ്പറൊക്കെ ചേർന്നിട്ട് മറ്റു മെമ്പേഴ്സും ചേർന്നിട്ട് 11 മെമ്പേഴ്സ് ഈ ഒരു കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് NCLATയുമായിട്ട് ബന്ധപ്പെട്ട് ട്രിബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ട വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ആളുടെ പേരൊന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് അമെൻമെന്റ് ആക്ട്സ് ഇൻക്ലൂഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഈ ഒരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടല്ലേ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭേദഗതി പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. 1976 വന്ന 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട്, ഭരണഘടന ഭേദഗതി പ്രകാരമാണ് ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ അന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് 2006 86ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടെ അവിടെ ആഡ് ചെയ്യുകയും അങ്ങനെ ടോട്ടൽ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുണ്ട്. സോ ഇതിന് സഹായകമായുള്ള ആർട്ടിക്കിളാണ് ചോദിച്ചത്. ആർട്ടിക്കിൾ 42ന്റെ സഹായത്താലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്ത്. ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യാൻ കാരണമായിട്ടുള്ള ആ ഒരു കമ്മിറ്റി ചോദിച്ചാൽ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരേ കാര്യം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ. പുതുതായിട്ട് കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് നമുക്കവിടെ ചർച്ച ചെയ്യാം. ഓക്കെ, 42nd അമെൻമെന്റ് ആക്ട് ആണ്. നെക്സ്റ്റ് എന്താണ്, വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻകോർപ്പറേറ്റ്സ് ദ
ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. DPSPയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. 1, 2, 3, 4 അതുപോലെ തന്നെ 4A അല്ലേ. അതായത് പാർട്ട് 1 വരുന്നത് എന്താണ്? പാർട്ട് 1 വരുന്നത് യൂണിയനും അതിൻ്റെ ടെറിട്ടറീസുമാണ്. പാർട്ട് 2 വരുന്നത് സിറ്റിസൺഷിപ്പാണ്. പാർട്ട് 3 വരുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. പാർട്ട് 4 വരുന്നത് DPSP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ട് 4A വരുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. 5ലൊക്കെ ഉണ്ട്. 5ൽ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് യൂണിയൻ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, 6ൽ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അങ്ങോട്ട് പറയാനുണ്ട്. സോ ഇവിടെ ചോദ്യം എന്താണ്? വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻകോർപ്പറേറ്റ് ദ DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി? ഏത് പാർട്ടാണ് ഇവിടെ വരുന്നത്? പാർട്ട് 4ലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നത് അല്ലേ. സോ ഇവിടെ ഉത്തരം എന്താണ്? പാർട്ട് 4ലാണ് കാര്യങ്ങൾ വരുന്നത്. പാർട്ട് 5 ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ട് 5 എന്തായിരുന്നു പ്രതിപാദിക്കുന്നത്? പാർട്ട് 5 വരുന്നത് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പാർട്ട് 6 വരുന്നത് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ട് 4A കൂടിയുണ്ട്, അതിനിടയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണ്. പാർട്ട് 4ൽ തന്നെ ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 36 തൊട്ടിട്ട് 51 വരെയുള്ള ആർട്ടിക്കിളാണ് ഈ ഒരു DPSP പ്രതിപാദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ കമ്പോസിഷൻ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി? താഴെ ചില ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ ഒരു ഓപ്ഷൻ വായിച്ചിട്ട് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിയായുള്ള കാര്യങ്ങൾ പറയാനാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദ കൗൺസിൽ ഈസ് ഫിക്സഡ് അറ്റ് 1/3 ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ അസംബ്ലി. എന്താണ് മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദ കൗൺസിൽ? എന്താണ്? അസംബ്ലി അല്ല, കൗൺസിൽ എന്താണ്? ഈസ് ഫിക്സഡ് 1/3 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ അസംബ്ലി. ആ ഒരു അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിൻ്റെ എന്താണ്? അതിൻ്റെ 1/3 മെമ്പേഴ്സ് മാത്രമേ എന്തിൽ പാടുള്ളൂ? ലെജിസ്ലേറ്റീവ് കൗൺസിൽ പാടുള്ളൂ എന്നാണ് പറയുന്നത് അല്ലേ. അത് കറക്റ്റ് ആണോ? നമുക്കറിയാം ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ വരുന്ന സംസ്ഥാനങ്ങൾ എന്താണ്? 2 ബോഡീസ് ഉണ്ട്. ഒന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും മറ്റൊന്ന് ലെജിസ്ലേറ്റീവ് കൗൺസിലും. ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നത് ലോക്സഭയ്ക്ക് ഈക്വാലന്റും ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നത് രാജ്യസഭയ്ക്ക് ഈക്വാലന്റുമാണ്. ഈ പറഞ്ഞ ബൈക്യാമറൽസ് ഉള്ള സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1/3 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ അസംബ്ലിയാണ്. 1/3 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ അസംബ്ലിയും അതുപോലെ മിനിമം സ്ട്രെങ്ത് കൂടേണ്ട 40ഉമാണ്. ഓക്കെ, മിനിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 40ഉമാണ്. സോ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് കൗൺസിൽ എന്താണ്? ഫിക്സഡ് ടു 1/3. ഓൾറെഡി നമ്മൾ പറഞ്ഞു അത് കറക്റ്റ് ആണല്ലോ, ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ അസംബ്ലി. രണ്ടാമത്തെ എന്താണ്? ദ മിനിമം സ്ട്രെങ്ത് ഓഫ് ദ കൗൺസിൽ ഫിക്സഡ് അറ്റ് 40. അതും കറക്റ്റ് അല്ലേ? രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാക്സിമം 1/3 ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് അസംബ്ലി ആണെങ്കിൽ മിനിമം 40 എന്ന നമ്പറിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ഒരു നമ്പർ ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സൈസോ ആ ഒരു അസംബ്ലിയുടെ സൈസും കാര്യങ്ങളെ റെസ്പെക്റ്റീവ് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, മെയിനായിട്ട് ഈ ഒരു എണ്ണം ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ കമ്പയർ ആയിട്ട് കൊണ്ടുവരുന്നത് MLA-മാരുടെ ആധിപത്യവും കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താനാണ്. MLA-മാർ എന്ന് പറയുന്നത് എലക്റ്റഡ് ആയിട്ട് വരുന്ന ആളുകളാണല്ലേ. അവർ ഡയറക്ട്ലി എലക്റ്റഡ് ആയിട്ട് വരുന്ന ആളുകളായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അവരുടെ എണ്ണം വെച്ചിട്ട് കാര്യം തീരുമാനിക്കുന്നത്. ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നല്ലേ പറയുന്നത്. ഓക്കെ, അത് ഇതുകൊണ്ടാണ്. നെക്സ്റ്റ് എന്താണ്? എ ടോട്ടൽ ഓഫ് 5/6 ഓഫ് ദ ടോട്ടൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആർ ഇൻഡയറക്ട്ലി എലക്റ്റഡ്. 1/6 ആർ നോമിനേറ്റഡ്. ഓൾറെഡി നമുക്കറിയാം ഇവരെന്താണ്? ലെജിസ്ലേറ്റീവ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട മെമ്പേഴ്സ് എലക്റ്റഡ് തന്നെയാണ്, ബട്ട് ഇൻഡയറക്ട്ലി എലക്റ്റഡ് ആണെന്ന് പറയാം. അവിടെ 5/6 ഓഫ് ദ മെമ്പേഴ്സ് എന്താണ്? 6 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ 5 പേര് എന്താണ്? 5 പേരും എലക്ട് ചെയ്യപ്പെടുന്നത് ഇൻഡയറക്ട്ലി എലക്ട് ചെയ്യുന്നതും അതിൽ ഒരു മെമ്പർ 6ൽ ഒരു മെമ്പർ എന്താണ്? അവർ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന മെമ്പറുമായിരിക്കും അല്ലെ. ആര് നോമിനേറ്റ് ചെയ്യുന്ന മെമ്പറാണ്? ഗവർണറാണ്. ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന മെമ്പറാണ്. ഗവർണർ അങ്ങനെ ഒരു മെമ്പറെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ചലഞ്ച് ചെയ്യാനും പറ്റത്തില്ല. സോ ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. എ ടോട്ടൽ ഓഫ് 5/6 ഓഫ് ദ ടോട്ടൽ number of members of legislative council are indirectly elected and 1/6 member are nominated. കറക്റ്റ് ആണ് ആ ഒരു കാര്യം അല്ലെ. നെക്സ്റ്റ് എന്താണ്? ദ നോമിനേഷൻ, അതായത് നോമിനേറ്റഡ് മെമ്പേഴ്സ് മെയ്ഡ് ബൈ ഗവർണർ ക്യാൻ ബി ചലഞ്ചഡ് ഇൻ കോർട്ട്. എന്താണ്? ക്യാൻ ബി അല്ല, ക്യാൻ നോട്ട് ബി ചലഞ്ചഡ് ഇൻ കോർട്ടാണ്. സോ ഈ ഒരു കാര്യം തെറ്റാണ്. ഉത്തരം എന്താണ് വരുന്നത്? എ ശരിയാണ്, ബി ശരിയാണ്, സി ശരിയാണ്. എ, ബി ആൻഡ് സി ഓൺലിയാണ് ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരേണ്ടത് അല്ലേ. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബൈ ക്യാമറൽസ് ഉള്ള നമ്മുടെ കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങൾ എന്താണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലിയും വരുന്നുണ്ട്, അതുപോലെ ലെജിസ്ലേറ്റീവ് കൗൺസിലും വരുന്നുണ്ട്. സോ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു എണ്ണം, ലെജിസ്ലേറ്റീവ് കൗൺസിൽ എത്ര അംഗങ്ങൾ വേണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് ആ ഒരു സംസ്ഥാനത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അങ്ങനെ നോക്കാനുള്ള കാരണം എന്താണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എലക്റ്റഡ് മെമ്പേഴ്സ് മാത്രമാണ്.
ഈ പറഞ്ഞ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വരുന്നത് ഇലക്ടഡിൽ നോമിനേറ്റഡും വരുന്നുണ്ടെങ്കിൽ പോലും എന്താണ് മെജോറിറ്റി ഇലക്ടഡ് മെമ്പേഴ്സ് ആണ്. സോ അവരുടെ എണ്ണത്തിന് എന്താണ് ആനുപാതികമായിട്ട് 1/6 അവരുടെ എണ്ണത്തിന്റെ 1/6 മാത്രമേ സ്ട്രെങ്ത് കൗൺസിലിൽ പാടുള്ളൂ എന്ന ആദ്യ നിയമം വന്നു. രണ്ടാമത്തെ എന്താണ്, അങ്ങനെ 1/6 വരുന്നുണ്ടെങ്കിലും മിനിമം 40 മെമ്പേഴ്സെങ്കിലും ഉണ്ടാവുന്ന രണ്ടാമത്തെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന 1/6 മെമ്പേഴ്സ് പറഞ്ഞല്ലോ, ആ ഒരു മെമ്പേഴ്സ് തന്നെ 5/6 മെമ്പേഴ്സ് എന്താണ്, ആ 1/6 മെമ്പേഴ്സിന് 5/6 എന്നാണ് പറഞ്ഞത്. ആ ഒരു 5/6 മെമ്പേഴ്സ് എന്താണ് ഇൻഡയറക്ട്ലി എലക്ട് ചെയ്യപ്പെടുന്ന മെമ്പറും 1/6 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന മെമ്പറുമാണ്. ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു നോമിനേഷൻ എന്താണ് ചലഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, കോർട്ടിൽ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സോ ഡി മാത്രം തെറ്റും, ബാക്കിയൊക്കെ ശരിയാണ്. നെക്സ്റ്റ് എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ് മെൻഷൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാത്തത് എന്തെന്നാണ് ചോദ്യം. നമ്മുടെ മൗലിക അവകാശം അല്ലാത്ത എന്തെന്നാണ് ചോദ്യം. റൈറ്റ് ടു ഈക്വാലിറ്റി എന്താണ്, നമുക്ക് സമത്വത്തിനുള്ള സ്വാതന്ത്ര്യം എന്താണ്, അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണല്ലേ. റൈറ്റ് ടു ഈക്വാലിറ്റി ആർട്ടിക്കിൾ 14 ഒക്കെ എന്താണ് പറയുന്നത്, ഈക്വൽ ജസ്റ്റിസ് ഒക്കെ നൽകണമെന്നാണ് പറയുന്നത്. സോ റൈറ്റ് ടു ഈക്വാലിറ്റി ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതത്തെ നമുക്ക് ആരാധിക്കാനും അതുപോലെ തന്നെ ഏത് മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കാനൊക്കെ നമുക്ക് എന്താണ് അധികാരമുണ്ട്, നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി അധികാരമുണ്ട് അല്ലെ, അവകാശമുണ്ട്, അധികാരമല്ല അവകാശമുണ്ട്. സോ അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതുപോലെ എന്താണ് റൈറ്റ് ടു ഫ്രീഡം നമുക്കുണ്ട്, പലതിനുള്ള ഫ്രീഡം ഉണ്ട് അല്ലേ, നമുക്ക് ജോലി ചെയ്യാനുള്ള ഫ്രീഡം സ്വാതന്ത്ര്യമുണ്ട്, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട 6ഓളം ഫ്രീഡംസ് നമുക്ക് വരുന്നുണ്ട്. സോ ഇതൊക്കെ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ബട്ട് റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണോ, ഒരിക്കലുമല്ല. റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്ന ഒരു ഭരണഘടനാപരമായുള്ള അവകാശമാണ്. നമുക്ക് ആർട്ടിക്കിൾ 326 പ്രതിപാദിക്കുന്ന യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു റൈറ്റ് തന്നെയാണ്. ബട്ട് ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതല്ല. നമ്മളെന്താണ് നിർബന്ധമായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടെന്നല്ല, നമ്മുടെ വിവേചനാധികാരമാണ്. ബട്ട് നമ്മൾ നിർബന്ധമായിട്ട് വോട്ട് ചെയ്തിരിക്കണം. വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരത്തില്ല. അത് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നങ്ങൾ വരത്തില്ല. ബട്ട് ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന രീതിയിൽ നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് വോട്ടിംഗ് റൈറ്റ്. 18 വയസ്സ് പൂർത്തിയാൽ നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത കൈകളിൽ നമ്മുടെ രാജ്യത്തിന് ഭരണം പോകും അല്ലേ. സോ ആ രീതിയിലേക്ക് എത്തിപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു വോട്ടിംഗ് കാര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ റൈറ്റ് ടു വോട്ടാണ് ഇവിടെ ഉത്തരമായിട്ട്, നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് റിഗാർഡിംഗ് റിമൂവൽ ഓഫ് ദ പ്രസിഡന്റ്. പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെയാണ് ശരിയെന്ന് നോക്കാനാണ് പറയുന്നത്. ആദ്യം ഞാൻ പ്രസിഡന്റ് റിമൂവലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് പറയാം, എന്നിട്ട് നമുക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് പോവാം. പ്രസിഡന്റ് റിമൂവൽ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, പ്രസിഡന്റിനെ നമുക്ക് തോന്നിയതുപോലെ ഒന്നും റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, ബട്ട് റിമൂവ് ചെയ്യാനും പറ്റും. ആ ഒരു അവസ്ഥയാണല്ലേ. പ്രസിഡന്റ് ഏതെങ്കിലും രീതിയിൽ എന്താണ് ഭരണഘടനാ വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തു എന്ന് മനസ്സിലായി കഴിഞ്ഞാലാണ് ഈ ഒരു ഇംപീച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട, ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ടേമാണ് വരുന്നത്, ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ആ ഒരു നടപടി ആരംഭിക്കുന്നത്. നടപടി ഇന്ന ഹൗസിൽ ആരംഭിക്കണം എന്നില്ല, എയ്തർ ഹൗസ്, അതായത് നമ്മുടെ രാജ്യസഭ അല്ലെങ്കിൽ ലോക്സഭ, എയ്തർ ഹൗസ് രാജ്യസഭ അല്ലെങ്കിൽ ലോക്സഭ, ഏത് ഹൗസിൽ വേണമെങ്കിൽ ഈ ഒരു നടപടി നമുക്ക് ആരംഭിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആരംഭിക്കുന്ന ആദ്യത്തെ ഹൗസ് നമ്മൾ ഫസ്റ്റ് ഹൗസ് എന്ന് വിളിക്കുന്നത് മാത്രമല്ല, വേറെ പ്രത്യേകതയൊന്നുമില്ല. രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭ, ലോക്സഭയിലാണെങ്കിൽ ലോക്സഭ, ഏത് ഹൗസിൽ വേണമെങ്കിലും പ്രസിഡന്റിനെ പുറത്താക്കാനുള്ള, ഇംപീച്ച് ചെയ്യാനുള്ള നടപടി നമുക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇങ്ങനെ ഈ ഒരു നടപടി ആരംഭിക്കുന്നത് എന്താണ്, ഈ ഒരു നടപടി ആരംഭിക്കുന്നത് 14 ദിവസം മുൻപ്, 14 ഡേയ്സ് മുൻപ് എന്താണ് പ്രയോർ ആയിട്ടുള്ള നോട്ടീസ് പ്രസിഡന്റിന് നൽകിയിരിക്കണം. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് 14 ദിവസം മുൻപ് എന്താണ് പ്രയോർ ആയിട്ടുള്ളൊരു നോട്ടീസ് പ്രസിഡന്റിന് നൽകിയിരിക്കണം. ഓക്കെ, അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി എന്താണ് ഈ ഒരു പ്രമേയം, പ്രസിഡന്റിനെ പുറത്താക്കാനുള്ള പ്രമേയം, ആ പറയുന്ന ആദ്യത്തെ ഹൗസ്, അത് ഏത് വേണമെങ്കിലും ആവും, രാജ്യസഭയാവും ലോക്സഭയാവും, ഞാൻ എസ് എന്നാണ് ഇതിൽ, രാജ്യസഭയാവും ലോക്സഭയാവും എവിടെ വേണമെങ്കിലും ആവും. അങ്ങനെ ആ ഒരു പ്രമേയം അവിടെ അവതരിപ്പിക്കണമെങ്കിൽ ആദ്യം എന്താണ് ആ ഒരു ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് ടോട്ടൽ മെമ്പേഴ്സിൽ 1/4 മെമ്പേഴ്സ്, ടോട്ടൽ 100 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ മിനിമം 25 മെമ്പേഴ്സ് എങ്കിലും അവിടെ എന്താണ് ഒപ്പിട്ടിരിക്കണം അല്ലെ. ആ ഒരു പ്രമേയം എന്താണ്, പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് 1/4 മെമ്പേഴ്സ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പ്രമേയം നമുക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പ്രമേയം അവിടെ ആ ഒരു ഹൗസ്, ഏത് ഹൗസ് ആയിക്കോട്ടെ, ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, ഏത് ഹൗസ് ആയാലും ലോക്സഭയാവും രാജ്യസഭയാവും ആദ്യം അവതരിപ്പിക്കുന്ന ഹൗസിൽ അവതരിപ്പിക്കണമെങ്കിൽ എന്താണ്, അവതരിപ്പിക്കണമെങ്കിൽ ഈ പറയുന്ന ടോട്ടൽ മെമ്പേഴ്സിന്റെ 1/4 മെമ്പേഴ്സ് ഒപ്പിടണമെങ്കിൽ മാത്രമേ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലെ. ഇനി അവർ ഒപ്പിട്ട് കഴിഞ്ഞാൽ പ്രമേയം അവിടെ അവതരിപ്പിക്കും. ഇനി ഈ ഒരു പ്രമേയത്തിൽ കാര്യമുണ്ടെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാലും നമുക്ക് എന്താണ് പുറത്താക്കാൻ വേണ്ടി പറ്റത്തില്ല. അവിടെ ടോട്ടൽ മെമ്പേഴ്സിന്റെ 2/3 മെമ്പേഴ്സ് എന്താണ് ആ ഒരു പ്രമേയത്തെ
സപ്പോർട്ട് ചെയ്യണം. ടോട്ടൽ മെമ്പേഴ്സിന് 2/3 മെമ്പേഴ്സ് ആ ഒരു പ്രമേയത്തെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഹൗസിൽ ഏത് രാജ്യസഭ ലോക്സഭ ആ ഒരു പ്രമേയം അവിടെ പാസ്സാവത്തുള്ളൂ. സപ്പോർട്ട് ചെയ്തെന്താണ് ആ ഒരു ഹൗസിൽ അത് പാസ്സായല്ലേ, ആ ഒരു ഹൗസിൽ പാസ്സായി. ഒരു ഹൗസ് മാത്രം തീരുമാനിച്ചാൽ പോരാ, രണ്ടാമത്തെ ഹൗസ് കൂടെ തീരുമാനിക്കണം. അതിനു മുൻപ് എന്താണ്, അതിനു മുൻപ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിഡന്റിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്നറിയണം അല്ലെ. അതായത് ഇതുമായിട്ട് ബന്ധപ്പെടുന്നതാണ് പ്രസിഡന്റിന് സെക്കൻഡ് ഹൗസിലേക്ക്, ഇനി കാര്യങ്ങൾ എന്താണോ ഫസ്റ്റ് ഹൗസ് കഴിഞ്ഞാൽ സെക്കൻഡ് ഹൗസിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സെക്കൻഡ് ഹൗസിലേക്ക് പോകുന്ന സമയത്ത് സെക്കൻഡ് ഹൗസ് ആദ്യം നോക്കുന്ന എന്താണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിഡന്റ് എന്താണ്, പ്രസിഡന്റിന് ഡിഫെൻഡ് ചെയ്യാനുള്ള അധികാരം വരുന്നുണ്ട് അല്ലെ. പ്രസിഡന്റിന് ഡിഫെൻഡ് ചെയ്യാം, തന്റെ ഭാഗം പ്രസിഡന്റിന് ന്യായീകരിക്കാനുള്ള അവകാശം ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. സെക്കൻഡ് ഹൗസ് എന്താണ്, ഇതിനുള്ള അവകാശം അവസാനം പ്രസിഡന്റ് നൽകും. പ്രസിഡന്റ് ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടും ഈ ഒരു കാര്യങ്ങൾ എന്താണ്, ഈ ഒരു കാര്യങ്ങൾ ന്യായമാണ് അല്ലെങ്കിൽ പ്രശ്നമുണ്ട്, ഇദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണമെന്ന് വീണ്ടും ആ ഒരു ഹൗസിന് രണ്ടാമത്തെ ഹൗസിനും തോന്നുകയാണെങ്കിൽ അവിടെയും എന്താണ്, അവിടെയുള്ള മെമ്പേഴ്സിന്റെ 2/3 മെമ്പേഴ്സ് ഇതുമായിട്ട് ഫസ്റ്റ് ഹൗസ് അംഗീകരിച്ച സെയിം കാര്യം എന്താണ്, അവരും പാസ്സാക്കിയാൽ എന്താണ്, ആ ഒരു ഡേറ്റ് ഓൺവേർഡ്സ് എന്നാണോ രണ്ടാമത്തെ ഹൗസ് പാസ്സാക്കുന്നത് ആ ഒരു ഡേറ്റ് ഓൺവേർഡ്സ് എന്താണ്, പ്രസിഡന്റ് ഇംപീച്ച് ചെയ്യപ്പെടുമല്ലോ. പ്രസിഡന്റ് എന്താണ്, പ്രസിഡന്റ് പുറത്താക്കപ്പെടും. മനസ്സിലായല്ലോ ഈ പറയുന്ന കാര്യം. പ്രസിഡന്റിന് ഇംപീച്ച് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ വയലേറ്റ് ചെയ്തു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് ഇംപീച്ച് ചെയ്യും. ആ ഒരു ഇംപീച്ച്മെന്റ് നടപടി ഏത് ഹൗസിൽ വേണമെങ്കിലും ആരംഭിക്കാം, രാജ്യസഭയിലോ ലോക്സഭയിലോ എവിടെ വേണമെങ്കിലും ആരംഭിക്കാം. ബട്ട് 14 ദിവസം എന്താണ് പ്രയോർ നോട്ടീസ് പ്രസിഡന്റിന് നൽകിയിരിക്കണം. അതുപോലെ ഫസ്റ്റ് ഹൗസിൽ അവതരിപ്പിക്കണമെങ്കിൽ എന്താണ്, ആ ഒരു മെമ്പേഴ്സിന്റെ 1/4 മെമ്പേഴ്സ്, ടോട്ടൽ മെമ്പേഴ്സിന്റെ 1/4 മെമ്പേഴ്സ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി അവരെന്താണ് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രമേയം അംഗീകരിക്കണമെങ്കിൽ 2/3 2 അംഗേഴ്സ് എന്താണ് അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കണം. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഹൗസിലേക്ക് ഈ ഒരു കാര്യങ്ങൾ പോകും. സെക്കൻഡ് ഹൗസിലേക്ക് എത്തുന്ന സമയത്ത് സെക്കൻഡ് ഹൗസ് ആദ്യം പ്രസിഡന്റിനോട് കാര്യങ്ങൾ ചോദിക്കും അല്ലെ, കാര്യങ്ങൾ ചോദിക്കും. പ്രസിഡന്റ് ഡിഫെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സെക്കൻഡ് ഹൗസ് അതിനിടയിൽ എന്താണ് ഒരു ഇൻക്വയറി നടത്തും, ഒരു അന്വേഷണം നടത്തും, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയാണോ എന്ന് അന്വേഷണം നടത്തും. പ്രസിഡന്റിന്റെ ഭാഗം കേൾക്കും. അതിനുശേഷം എന്താണ്, ഇദ്ദേഹം തെറ്റുകാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ 2/3 മെമ്പേഴ്സിന് അംഗീകാരം കൂടെ ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റ് ഓൺവേർഡ്സ് എന്നാണോ സെക്കൻഡ് ഹൗസ് അംഗീകരിക്കുന്ന ആ ഒരു ഡേറ്റ് തൊട്ടിട്ട് പ്രസിഡന്റ് ഇംപീച്ച്ഡ് ആയിട്ട് മാറും, പ്രസിഡന്റ് പുറത്താക്കപ്പെടും. ഇന്ത്യയിൽ ഇതുവരെ ഒരു പ്രസിഡന്റ് പോലും ഇംപീച്ച് ചെയ്യപ്പെട്ടില്ല. ഇനിയൊന്ന് നമുക്ക് ചോദ്യം വായിച്ചു നോക്കാം അല്ലെ. ദ ഇംപീച്ച്മെന്റ് പ്രോസസ് ക്യാൻ ബി ഇനീഷ്യേറ്റഡ് ഇൻ ദ എയ്തർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്. ഏത് ഹൗസിൽ വേണമെങ്കിലും തുടങ്ങാലോ, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. എയ്തർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്, പാർലമെന്റിൽ ഇരു സഭകളിൽ എവിടെ വേണമെങ്കിലും ആരംഭിക്കാം. രാജ്യസഭയിൽ ആരംഭിക്കാം, ലോക്സഭയിൽ ആരംഭിക്കാം. 2 ഹൗസിലും പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ആരംഭിക്കുന്നത് ഇന്ന ഹൗസിലാണെന്ന് നിർബന്ധമില്ല. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആ ഒരു ഫാക്ട് ശരിയാണ്. രണ്ടാമത്തെ എന്താണ്, ദ ഇംപീച്ച്മെന്റ് ചാർജസ് മസ്റ്റ് ബി സൈൻഡ് ബൈ 1/3 ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് ഇൻ വിച്ച് ദ പ്രോസസ് ഇനീഷ്യേറ്റഡ്. ഇനി എന്താണ്, ഇംപീച്ച്മെന്റ് ചാർജസ് എന്താണ്, must be signed by the 1/3 of members of the house in which the process initiated. 1/3 ആണ് നമ്മൾ പറഞ്ഞത്, അല്ല 2/3 മെമ്പേഴ്സ് അംഗീകരിച്ചാൽ മാത്രമേ അതെന്താണ് ആ ഒരു ഹൗസിന് പാസ്സാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ 1/4 മെമ്പേഴ്സിന് സപ്പോർട്ട് വേണം. സോ 1/3 എന്ന് പറയുന്ന കാര്യം എവിടെയും വരുന്നില്ല. സോ ഇത് തെറ്റാണല്ലേ. ദ ഇംപീച്ച്മെന്റ് ചാർജ് മസ്റ്റ് ബി സൈൻഡ് ബൈ 1/3 മെമ്പർ ഓഫ് ഹൗസ് ഇൻ വിച്ച് ദ പ്രോസസ് ഇനീഷ്യേറ്റഡ്. സോ ആ ഒരു കാര്യം തെറ്റാണ്. നമ്മൾ 1/3 കാര്യം ഇവിടെ എവിടെയും പറഞ്ഞില്ല. നെക്സ്റ്റ് എന്താണ്, ഇൻ ദി ഇംപീച്ച്മെന്റ് പ്രോസസ് എ 30 days നോട്ടീസ് ഷുഡ് ബി ഗിവൺ ടു ദ പ്രസിഡന്റ്. നോട്ടീസ് കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ബട്ട് 30 days അല്ല, എത്രയാണ്, 14 ദിവസം പ്രയോറായിട്ടുള്ള നോട്ടീസാണ്. സോ ഇവിടെ എന്താണ് 14 ദിവസം എന്നാണെന്ന് ശരിയായതിനെ ഇവിടെ 14 ദിവസം. നെക്സ്റ്റ് എന്താണ്, ദ ഇംപീച്ച്മെന്റ് റെസൊല്യൂഷൻ ഈസ് പാസ്ഡ് ബൈ ദ മെജോറിറ്റി ഓഫ് 2/3 ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദാറ്റ് ഹൗസ്. എന്താണ്, ഇത് പാസ്സാക്കണമെങ്കിൽ ഏത് ഹൗസ് ആയാലും എന്താണ് 2/3 മെമ്പേഴ്സിന്റെ അംഗീകാരം വേണമെന്ന് പറഞ്ഞു. അതും ശരിയാണ്. സോ ഇവിടെ എന്തൊക്കെ മാത്രമാണ് ഉത്തരമായിട്ട് വരുന്നത്, ഉത്തരം എയും ഡിയും മാത്രമാണ്. ഓപ്ഷൻ 4 ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഞാൻ ഓരോരോ കാര്യങ്ങളായിട്ട് എടുത്തു പറഞ്ഞിട്ട് ഇനി ഈ ഞാനിപ്പോൾ 7 കാര്യങ്ങളായിട്ട് എഴുതിയതിൽ ഏത് വേണമെങ്കിലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വരാം. എങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റണം. അതിനാണ് ഓരോന്നായിട്ട് ഞാൻ എഴുതി പറഞ്ഞു തന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ദ സ്റ്റേറ്റ് കേരള വിസ് ലീസമ്മ ജോസഫ് കേസ് ഡീൽസ് വിത്ത്. ഇത് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞൊരു ചോദ്യമായിരുന്നു. അവസാനം അല്ലെങ്കിൽ അതിൽ ജസ്റ്റ് മുന്നെങ്ങാണ്ട് പറഞ്ഞൊരു ചോദ്യമാണ് കേരള വിസ് ലീസമ്മ ജോസഫ് അല്ലേ. ആ ഒരു കേസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ആ ഒരു കേസ് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്തായിരുന്നു കേസ്? ലീസമ്മ ജോസഫ് എന്ന് പറയുന്ന ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആ ഒരു വ്യക്തി എന്താണ് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറുകയും പിന്നീട് പ്രൊമോഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത സമയത്ത് താങ്കൾ വികലാംഗിയാണെന്ന് പറഞ്ഞുകൊണ്ട്
പ്രൊമോഷൻ നിരസിക്കുകയും അങ്ങനെ ലിസമ്മ എന്ത് ചെയ്തു? ലിസമ്മ സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജി നൽകി. അല്ലെ, സുപ്രീം കോടതി പറഞ്ഞു താൻ വികലാംഗിയാണെന്ന കാരണത്താൽ തനിക്ക് പ്രൊമോഷൻ നിശ്ചയിച്ചു എന്ന് പറയുകയും അത് ആർട്ടിക്കിൾ 16 ലംഘനമാണ്, ആർട്ടിക്കിൾ 16 ക്ലോസ് 4 ലംഘനമാണെന്ന് പറഞ്ഞിട്ട് ലിസമ്മ എന്താണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യും. സുപ്രീം കോടതി എന്താണ്? സുപ്രീം കോടതി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു കാര്യം തെറ്റാണെന്നും ലിസമ്മയ്ക്ക് പ്രൊമോഷൻ നൽകണമെന്ന് പറയുകയും ചെയ്തു. സോ ആ ഒരു കേസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയത്. കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു കേസ് ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? സോ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ഹിൽട്ടൺ കമ്മീഷൻ? ഹിൽട്ടൺ യങ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ട ബോഡി ഏതെന്നാണ് ചോദ്യം. നമുക്കറിയുന്ന പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു പഠിച്ചു വരുന്ന കാര്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBI രൂപീകരിക്കപ്പെടുന്നത് ഹിൽട്ടൺ യങ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ്. 1926 എന്താണ് ഹിൽട്ടൺ യങ് കമ്മീഷനാണ് ഈ പറയുന്ന ഇതുപോലൊരു ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി പറയുകയും അതിന്റെ ഭാഗമായിട്ട് 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഫീഷ്യലായിട്ട് ഫോം ചെയ്യുകയും ചെയ്ത കാര്യമൊക്കെ പറഞ്ഞല്ലേ. പിന്നെ നാഷണലൈസ് ചെയ്യപ്പെട്ട കാര്യമൊക്കെ നമ്മൾ മുൻപ് പല തവണയായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യമാണ് RBIയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. സോ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ, അല്ലെങ്കിൽ ഹിൽട്ടൺ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് RBI നിലവിൽ വന്നത്. ഉത്തരം എന്താണ്? RBI ആണ്. നെക്സ്റ്റ് എന്താണ്? ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡേറ്റ്? വളരെ സിമ്പിൾ ആയിട്ട് അറിയുന്ന കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത ആ ഒരു ഡേറ്റ് പ്രിയാമ്പിൾ കാണാൻ വേണ്ടി സാധിക്കും. ഡേറ്റ് എന്താണ്? 26 നവംബർ 1949 ആണല്ലേ. ഒഫീഷ്യലി ഗെയിം ഇൻ ടു ഫോഴ്സ് ചോദിച്ചാൽ എന്താണ്? 26 ജനുവരി 1950 ആണ്. ആ ഒരു കാര്യം കൂടെ അവിടെ നിന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്? ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര പെന്നിയുടെ ഡിസെൻഡിങ് ഒപ്പീനിയൻ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്? അതായത് ജസ്റ്റിസ് ഇന്ദു മൽഹോത്രക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താണ് പ്രത്യേകത എന്ന് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് വുമൺ ലോയർ ടു ബി ഡയറക്ട്ലി അപ്പോയിന്റഡ് ഫ്രം ദ ബാർ കൗൺസിൽ ടു ദ സുപ്രീം കോടതി. എന്താണ്? ഡയറക്ട്ലി അല്ലേ സുപ്രീം കോടതി ബാർ കൗൺസിലിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് ഡയറക്ട്ലി അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വനിതാ ലോയറാണ് ഇന്ദു മൽഹോത്ര. ഈ പറയുന്ന ഇന്ദു മൽഹോത്ര റീസെന്റ് ആയിട്ട് വളരെ പ്രമാദമായുള്ള ഒരു കേസിൽ എന്താണ് വിധി പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ് കേസ് എന്നാണ് ചോദ്യം വരുന്നത്. ആ ഒരു കേസ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകളുടെ ആ ഒരു എൻട്രി ആണല്ലേ. അത് റൈറ്റ് ടു വേർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും അതുപോലെ ഈ റൈറ്റ് ടു വേർഷിപ്പ് എന്താണ്? റൈറ്റ് ടു ഈക്വാലിറ്റിയുടെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ആർട്ടിക്കിൾ 25 പ്രകാരം പ്രായഭേദമന്യേ ആർക്കും, അതിപ്പോൾ സ്ത്രീ പുരുഷ പ്രായഭേദമന്യേ അതുപോലെ തന്നെ ലിംഗഭേദമന്യേ ആർക്കും ഈ പറയുന്ന ശബരിമലയിലേക്ക് പ്രവേശിക്കാം എന്ന രീതിയിൽ വിധി പ്രസ്താവിച്ചത് ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയായിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആർട്ടിക്കിൾ 25 ബന്ധപ്പെട്ടാണ് ഇന്ദു മൽഹോത്ര ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്നത് അല്ലെങ്കിൽ വിധി പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നത്. സോ എൻട്രി ഓഫ് വുമൺ ടു ശബരിമലയാണ് ഇന്ദു മൽഹോത്ര വിധി പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കേസ്. ക്ലിയർ ആണല്ലോ അത്രയും കാര്യങ്ങൾ? നെക്സ്റ്റ് എന്താണ്? ആസ് പെർ ആർട്ടിക്കിൾ 172 ക്ലോസ് 2 ഡാഷ് ഓഫ് എ സ്റ്റേറ്റ് ഷാൽ നോട്ട് ബി സബ്ജക്ട് ടു ഡിസല്യൂഷൻ. അതായത് ആർട്ടിക്കിൾ 172 ക്ലോസ് 2 പ്രകാരം ഒരു സംസ്ഥാനത്തെ ഒരു പർട്ടിക്കുലർ ബോഡി ഡിസല്യൂഷന് വിധേയമല്ല എന്ന് പറഞ്ഞു അല്ലേ. സെയിം കാര്യം നമ്മുടെ യൂണിയൻ ഗവൺമെന്റുമായിട്ട് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം വന്നതെങ്കിൽ നിസ്സംശയം നമ്മൾ പറയും എന്താണ്? രാജ്യസഭ എന്ന് പറയും അല്ലേ. രാജ്യസഭ എന്ന രീതിയിൽ പറയും. നമുക്കറിയാം പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട 2 സഭകളാണ്. ഒന്ന് ലോക്സഭ, അതുപോലെ രാജ്യസഭ. ലോക്സഭയാണെങ്കിൽ എന്താണ്? ലോക്സഭ ഡിസല്യൂഷന് വിധേയമാണ്. ഓരോ 5 വർഷം കൂടുമ്പം പുതിയ അധികാരങ്ങൾ കൈമാറി വരാറുണ്ട്. അതുപോലെ തന്നെ പ്രസിഡന്റ് വിചാരിച്ചാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ നിർദ്ദേശപ്രകാരം എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിട്ടാനുള്ള അധികാരവും വരുന്നുണ്ട്. ബട്ട് ഈ ഒരു അധികാരം രാജ്യസഭയ്ക്ക് ബാധകമല്ല. കാരണം രാജ്യസഭ ഒരു പെർമനന്റ് ബോഡിയാണ്. ഓരോ 5 വർഷം കൂടുമ്പോൾ മാറത്തില്ല. രാജ്യസഭ അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും. പുതുതായിട്ട് ആളുകൾ മാറി വരും എന്ന് മാത്രമേ ഉള്ളൂ. ലോക്സഭ അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും. ബട്ട് ആ ഒരു ലോക്സഭ മൊത്തത്തിൽ അഴിച്ചു പണിയും ആ ഒരു ഡിസല്യൂഷന് ശേഷം. ബട്ട് രാജ്യസഭ അങ്ങനെയല്ല. രാജ്യസഭ പെർമനന്റ് ബോഡിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ മെമ്പേഴ്സ് ഓരോ 2 വർഷം കൂടുമ്പോൾ മെമ്പേഴ്സിലെ എണ്ണത്തിൽ മാത്രം ഇങ്ങനെ റിട്ടയർ ചെയ്ത് മാത്രം കാര്യങ്ങൾ വരുന്നു. ഓക്കെ, ഓരോ 2 വർഷം കൂടുമ്പോൾ 1/3 മെമ്പേഴ്സ് ഇങ്ങനെ റിട്ടയർ ചെയ്ത് പോകുന്നു. അത്ര മാത്രമേ അവിടെ വ്യത്യാസം വരുന്നുള്ളൂ അല്ലേ. അതുകൊണ്ട് രാജ്യസഭ പെർമനന്റ് ബോഡിയാണ്. സെയിം കാര്യം തന്നെ ബൈക്യാമറലിസം വരുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയും 2 ബോഡീസ് വരുന്നുണ്ട് അല്ലേ.
ഒന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്തിന് ഈക്വാലൻ്റ് ആണ്? ലോക്സഭയ്ക്ക് ഈക്വാലൻ്റ് ആണ്. മറ്റൊന്ന് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്തിന് ഈക്വാലൻ്റ് ആണ്? രാജ്യസഭയ്ക്ക് ഈക്വാലൻ്റ് ആണ്. സോ സ്വാഭാവികമായിട്ട് രാജ്യസഭ ഒരു പെർമനന്റ് ബോഡി ആണെങ്കിൽ, അതായത് നോട്ട് സബ്ജക്ട് ടു ഡിസൊല്യൂഷൻ ആണെങ്കിൽ, ലെജിസ്ലേറ്റീവ് കൗൺസിലും എന്തായിരിക്കും? പെർമനന്റ് ബോഡി ആയിരിക്കും, നോട്ട് സബ്ജക്ട് ടു ഡിസൊല്യൂഷൻ ആണല്ലേ. സോ ഇവിടെ ഉത്തരം എന്താണ്? ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഹൗസ് ഓഫ് പീപ്പിൾ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ടല്ലേ. സോ ആ രീതിയിലൊന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? ഹു അഡ്മിനിസ്റ്റർ ഓത്ത് ഓഫ് ഓഫീസ് ടു ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ആരെന്നാണ് ചോദ്യം. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ സ്വാഭാവികമായിട്ട് ആരായിരിക്കും? ആർട്ടിക്കിൾ 69 പ്രകാരം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കും വൈസ് പ്രസിഡന്റ് എന്നാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് ആര് സത്യവാചകം ചൊല്ലിക്കൊടും? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണല്ലേ. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. വൈസ് പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ആർട്ടിക്കിൾ 69 പ്രകാരമാണ് ഈ ഒരു കാര്യം വരുന്നത്. നിലവിലെ വൈസ് പ്രസിഡന്റ് ആരാണെന്ന് അറിയാമോ? ആരാണ്? ജഗ്ദീപ് ധൻഖർ ആണ് നിലവിലെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ പേര് ആ രീതിയിൽ അവിടെ ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഓർഡർ സെക്കൻഡ് അമെൻമെന്റ് ബിൽ 2022 പാസ്ഡ് ബൈ ദ പാർലമെന്റ്. ദിസ് ഈസ് പെർട്ടൈനിങ് ടു ദ സ്റ്റേറ്റ് ഓഫ് ഡാഷ്. എന്താണ് കാര്യം? റീസെന്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് ഓർഡർ സെക്കൻഡ് അമെൻമെന്റ് ബിൽ 2022 പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. അത് ഏത് സ്റ്റേറ്റ് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഉത്തർപ്രദേശാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ 2022 ഡിസംബറിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിധി വന്നത്. ഈ ഒരു വിധിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗോണ്ട് കമ്മ്യൂണിറ്റി, അതായത് ഉത്തർപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട 4ഓളം ജില്ലകൾ, ഉത്തർപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട 4ഓളം ജില്ലകളിലെ ഗോണ്ട് കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ. ആ ഒരു ഗോണ്ട് കമ്മ്യൂണിറ്റി എന്താണ്? ഗോണ്ട് കമ്മ്യൂണിറ്റിയെ ഇതുവരെ ഉണ്ടായിരുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ട് അവരെ ഷെഡ്യൂൾഡ് ട്രൈബിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു അമെൻമെന്റ് ബില്ല് കൊണ്ടുവന്നത്. ഓക്കെ, 2022 ഡിസംബറിൽ എന്താണ് ഗോണ്ട് കമ്മ്യൂണിറ്റിയെ ST കാറ്റഗറിയിലേക്ക് പരിഗണിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് 4 ഡിസ്ട്രിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഗോണ്ട് കമ്മ്യൂണിറ്റി ST കാറ്റഗറിയിലേക്ക് പരിഗണിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാർലമെന്റ് ഇങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിയത്. ഇതിലൂടെ എന്താണ്? അവിടെയുള്ള ആ ഒരു ഉത്തർപ്രദേശിലെ 4 ജില്ലകളിലെ ഗോണ്ട് കമ്മ്യൂണിറ്റി ഇനി മുതൽ എന്താണ്? ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഷെഡ്യൂൾഡ് ട്രൈബിലേക്ക് ഉൾപ്പെടുത്തും. സോ ഉത്തർപ്രദേശിലാണ് റീസെന്റ് ആയിട്ട് പാർലമെന്റ് ഇങ്ങനൊരു ബില്ല് പാസ്സാക്കിയത്. ക്ലിയർ ആണല്ലോ ആ ഒരു കാര്യം. നെക്സ്റ്റ് എന്താണ്? വിച്ച് ആർ ദ ഫോളോയിങ് കമ്മിറ്റീസ് റെക്കമെൻഡഡ് ഫോർ ദ ഇൻക്ലൂഷൻ ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യണം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കമ്മീഷൻ ഏതായിരുന്നു? ഓൾറെഡി ഞാൻ ഒരുപാട് തവണ പറഞ്ഞു. ഏതാണ്? പറഞ്ഞോ, സ്വരൺ സിംഗ് കമ്മിറ്റിയാണല്ലേ. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഈ ഒരു തീരുമാനം കൊണ്ടുവന്നത്. ഇവിടെ 2 കമ്മിറ്റി കാണാൻ വേണ്ടി സാധിക്കും. സർക്കാരിയ രാജമന്നാർ കമ്മിറ്റി, രണ്ടും എന്താണ്? സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ആ ഒരു കാര്യം കൂടെ അവിടെ ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? Who among the following was appointed as a chairperson of 22nd Law Commission in 2022? വളരെ റീസെന്റ് ആയിട്ടുള്ള മറ്റൊരു കറണ്ട് അഫെയർ ആണ്. റീസെന്റ് ആയിട്ട് നമ്മുടെ 22ാമത്തെ ലോ കമ്മീഷൻ വന്നു അല്ലെ. ആ ലോ കമ്മീഷന്റെ തലപ്പത്താര് എന്നതാണ് ചോദ്യം വന്നത്. ഡയറക്റ്റ് ഞാൻ ഉത്തരത്തിലേക്ക് പോവാം. ഋതുരാജ് അവാസിയാണ്. ജസ്റ്റിസ് ഋതുരാജ് അവാസിയാണ് റീസെന്റ് ആയിട്ട് നിയമിക്കപ്പെട്ട 22ാമത്തെ ലോ കമ്മീഷൻ നിയമ കമ്മീഷന്റെ ഭരണപരിഷ്കാരം വേറെയാണ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷനാണ്. 2 ഞാൻ പറയുമ്പോൾ മാറിപ്പോയതാണ്. 22ാമത്തെ ലോ കമ്മീഷന്റെ ചെയർപേഴ്സണായിട്ട് ആര് വന്നിട്ടുണ്ടായിരുന്നു? ജസ്റ്റിസ് ഋതുരാജ് അവാസിയാണ് 2022 നവംബർ 7 22ാമത്തെ ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് നിയമിക്കപ്പെട്ടത്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ചീഫ് ജസ്റ്റിസ് ഓഫ് കർണാടക ഹൈക്കോർട്ടായിരുന്നു മുൻ, അതായത് കർണാടക ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ് ഋതുരാജ് അവാസി. അദ്ദേഹത്തിന്റെ പേര് ആ രീതിയിലൊന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ചോദ്യമൊക്കെ കാണുന്ന സമയത്ത് നമ്മളെന്താണ് വായിക്കാതെ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ബട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ വായിച്ചാൽ വളരെ പെട്ടെന്ന് എഴുതാൻ വേണ്ടി സാധിക്കും. വായിച്ച് എന്താണ് അർത്ഥം എന്ന് മനസ്സിലാക്കിയാൽ മതി. ഉത്തരം ഒരു ലൈനേ ഉള്ളൂ അല്ലെ. ഉത്തരം ഒരു ലൈന് മാത്രമേ ഉള്ളൂ. ചോദ്യം എന്താണ്? ചോദ്യം ഒരു പാരഗ്രാഫായിട്ട് തന്നെ. ചോദ്യം ഒന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കിയേ. അസ്യൂം എ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷൻ നമ്മളോട് മനസ്സിൽ സങ്കല്പിക്കാൻ വേണ്ടി പറയുന്നു. വേർ എ ഹാസ് ഗോൺ ടു എ സിനിമ ഹാൾ വിത്ത് ഹെർ ഫ്രണ്ട്സ് ടു വാച്ച് മൂവി. എ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ ഫ്രണ്ട്സുമായിട്ട് എന്താണ് സിനിമ കാണാൻ വേണ്ടിയിട്ട് സിനിമ ഹാളിൽ പോയിട്ടുണ്ട്. ഇൻ ദ നെക്സ്റ്റ് സീറ്റ് ഷീ റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് ഹെർ
മെയ്ഡ് ഹു ഈസ് ഓൾസോ വാച്ചിങ് ദ മൂവി. അതായത് എയുടെ തൊട്ടടുക്കുന്ന സീറ്റിൽ എന്താണ്, തൊട്ടടുത്തിരിക്കുന്ന സീറ്റിൽ എയുടെ മെയ്ഡാണ്. മെയ്ഡ് എന്താണ്, എയുടെ മെയ്ഡ് എന്ന് പറയുമ്പോൾ ജോലിക്കാരി, വീട്ടു ജോലിക്കാരിയാണല്ലോ. വീട്ടു ജോലിക്കാരി കൂടെ തൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട്, അതിപ്പോൾ ഏത് സിനിമ ഹാളായിക്കോട്ടെ, അത് പ്രീമിയം സിനിമ ഹാളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവിടെ അവരുടെ മെയ്ഡ് അവിടെ ഇരുന്നിട്ട് സിനിമ കാണുന്നു, അവരുടെ കൂടെ ഇരുന്ന് കാണുകയാണ്. അവരൊന്നിച്ച് വന്നതല്ല, ബട്ട് ആകസ്മികമായിട്ട് ഒന്നിച്ചെത്തി. നൗ എ ആസ്ക് ഹർ മെയ്ഡ് ടു ലീവ് ദ സിനിമ ഹാൾ. In the above scenario, which of the following article of the Constitution of India can provide relief to the maid? ഒന്നുമില്ല കാര്യം. അതായത് എ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആരോ ആയിക്കോട്ടെ, എ എന്ന് പറയുന്ന ഒരു വ്യക്തി സിനിമ കാണാൻ വേണ്ടി, ഫ്രണ്ട്സിൻ്റെ കൂടെ സിനിമ കാണാൻ വേണ്ടിയിട്ട് എത്തി. അവരെന്താണ്, അവിടെ ബാൽക്കണിയിലൊക്കെ, ഇപ്പോൾ ബാൽക്കണിയൊന്നും ഇല്ലല്ലേ, സോ അവിടെ ഇരുന്നിട്ട് എന്താണ് സിനിമ ഇങ്ങനെ കാണാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് റിയലൈസ് ചെയ്യാണ് തൻ്റെ തൊട്ടപ്പുറയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് തൻ്റെ വീട്ട് ജോലിക്കാരൻ അല്ലെങ്കിൽ വീട്ട് ജോലിക്കാരിയാണെന്ന് റിയലൈസ് ചെയ്തിട്ട് അദ്ദേഹം ഉടനെ തന്നെ എഴുന്നേറ്റ് പറയാണ്, ഇവിടുന്ന് എൻ്റെ അടുത്തിരിക്കേണ്ട, വിട്ടോളൂ എന്ന രീതിയിൽ പറയുകയാണ്. അങ്ങനെ അദ്ദേഹം പറയാൻ വേണ്ടി പാടുണ്ടോ? ഒരിക്കലും പറയാൻ വേണ്ടി പാടില്ല. ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട മെയ്ഡ് നേരെ പോയിട്ട് മെയ്ഡ് കോടതിയിൽ കേസ് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ, ആർട്ടിക്കിൾ 15 വയലേഷൻ, ആർട്ടിക്കിൾ 15 വയലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് എക്കെതിരായിട്ട് കേസ് വരും. ആർട്ടിക്കിൾ 15 വയലേഷനാണ്. ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്. ഒരു രീതിയിലുള്ള വിവേചനവും പാടില്ല, പ്രത്യേകിച്ച് പബ്ലിക് പ്ലേസസിൽ. ഒരു സിനിമാ ഹാൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു പബ്ലിക് പ്ലേസ് ആണ്. ആർക്ക് വേണമെങ്കിലും, നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ആ ഒരു സേവനം ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ എന്ന് കരുതിയിട്ട് എന്താണ്, വീട്ടിൽ പെരുമാറുന്നത് പോലെ സിനിമാ ഹാളിൽ ആ ഒരു മെയ്ഡിനോട് പെരുമാറിക്കഴിഞ്ഞാൽ വകുപ്പ് മാറും, കാര്യം മാറും. അതായത് വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്. റിലീജിയൻ, കാസ്റ്റ്, റേസ്, സെക്സ്, ജെൻഡർ, ബർത്ത് പ്ലേസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഉള്ള വിവേചനം നിരോധിച്ചിരിക്കുന്നു അല്ലെ. അതാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വിവേചനം വരുന്നത് എന്തിന്റെ കേസിലായിരിക്കും? ഒന്നുകിൽ ആ ഒരു എയുടെ കാസ്റ്റ് അല്ലെങ്കിൽ എയുടെ സെക്സ് അല്ലെങ്കിൽ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരിക്കും ആ ഒരു വിവേചനം വരുന്നത്. അത് ചൂണ്ടിക്കാണിച്ചിട്ട് ആർട്ടിക്കിൾ 15 പ്രകാരം എക്കെതിരായിട്ട് ഈ പറയുന്ന മെയ്ഡിന് കേസ് നൽകാൻ വേണ്ടി സാധിക്കും. പിന്നീട് ജോലി പോകുമെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് നമ്മുടെ ഭരണഘടനയിൽ ഇതുപോലുള്ള കാര്യങ്ങളും അവകാശങ്ങളൊക്കെ നമുക്കുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഒന്ന് ഓർത്ത് വെക്കണം. പാരഗ്രാഫ് തന്ന കണ്ടിട്ട് വളരെ ടഫായുള്ള ചോദ്യമാണെന്ന് വിചാരിക്കണം. സിമ്പിളായുള്ള ചോദ്യമാണ്. ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി. അത്ര പെട്ടെന്ന് നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ആ രീതിയിലൊന്ന് കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ആർട്ടിക്കിൾ 15 ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് എന്താണ്, ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആര് എന്നതാണ് ചോദ്യം വരുന്നത്. ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ? സുകുമാർ സെൻ ആണല്ലേ ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ആദ്യമായിട്ട് 1951-52 കാലയളവിൽ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ നടന്നപ്പോഴും 1957 രണ്ടാമത്തെ ജനറൽ ഇലക്ഷൻ നടന്ന സമയത്തൊക്കെ അവിടെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് ഉണ്ടായിരുന്നത് സുകുമാർ സെൻ ആണ്. ആ രീതിയിൽ ഓർത്ത് വെക്കണം. സുകുമാർ സെന്നുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. സുകുമാർ സെൻ ഇവിടെ എന്താണ് ചോദ്യം വന്നത്? ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നാണ് ഇവിടെ വന്ന ചോദ്യം. ഉത്തരം വരുന്നത് സുകുമാർ സെൻ ആണ്. നെക്സ്റ്റ് എന്താണ് ചോദ്യം വരുന്നത്? ദ കൺസെപ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫസ്റ്റ് കെയിം ഇൻ ടു ബീയിങ് ഇൻ ദ മാഗ്ന കാർട്ട ഇൻ. അതായത് ഫണ്ടമെന്റൽ റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലൊക്കെ നമ്മൾ ആസ്വദിക്കുന്ന കാര്യമാണല്ലോ. ആർട്ടിക്കിൾ 12 to 35 വരുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്നും പാർട്ട് 3 ആണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അതിനൊക്കെ വളരെ 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 കാലങ്ങൾക്ക് മുൻപേ പല രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അത് ഏത് രാജ്യത്തെ മാഗ്ന കാർട്ടയിലാണ് ആദ്യമായിട്ട് കാണാൻ വേണ്ടി സാധിച്ചെന്നാണ് ചോദ്യം വരുന്നത്. ഉത്തരം എന്താണ്? ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിലാണ് ഇത്തരത്തിൽ ആദ്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഈ പറയുന്ന മാഗ്ന കാർട്ട എന്താണെന്ന്? മാഗ്ന കാർട്ട ഈസ് എ ചാർട്ടർ ഓഫ് റൈറ്റ്സ് ഇഷ്യൂഡ് ബൈ കിങ് ജോൺ ഓഫ് ഇംഗ്ലണ്ട് ഇൻ 1215 ഇംഗ്ലണ്ടിലെ കിങ് ജോൺ കിങ് ജോണ് പുറപ്പെടുവിച്ചുള്ള ചാർട്ടറിലാണ് ഈ പറയുന്ന മാഗ്ന കാർട്ട നമുക്ക് ആദ്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇറ്റ് വാസ് എ ഫസ്റ്റ് റിട്ടേൺ ഡോക്യുമെന്റ് റിലേറ്റിംഗ് ടു ദ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് ദ സിറ്റിസൺ. ഈ പറയുന്ന മാഗ്ന കാർട്ട എന്താണ്? സിറ്റിസൺസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആദ്യത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആയിരുന്നു. അവകാശങ്ങളുടെ ഒരു ഡോക്യുമെന്റ് ആയിരുന്നു ഈ പറയുന്ന മാഗ്ന കാർട്ട എന്നാണ് പറയുന്നത്. സോ കൺസെപ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ഫസ്റ്റ് കെയിം ഇൻ ടു ബീയിങ് ഇൻ ദ മാഗ്ന കാർട്ടൈൻ. എവിടെയാണ്? മാഗ്ന കാർട്ടയിലാണ്. ബട്ട് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടാണ് ഈ മാഗ്ന കാർട്ട രൂപത്തിൽ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആദ്യമായിട്ട് 1215 അവതരിപ്പിക്കപ്പെടുന്നത്. ഇറ്റ് വാസ് എ ഫസ്റ്റ് റിട്ടേൺ ഡോക്യുമെന്റ് റിലേറ്റിംഗ് ടു ദ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് ദ സിറ്റിസൺ. ആ രീതിയിൽ കാര്യങ്ങളൊന്ന്
ഓർത്തു വെക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് എന്താണ്? ദ ചെയർമാൻ ഓഫ് ദ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദ ഓർഡർ ഓഫ് ദ ഡാഷ്. എന്താണ്? സ്റ്റേറ്റ് PSC അല്ലെ, സംസ്ഥാന PSC, UPSC ഉണ്ട്, ജോയിന്റ് PSC ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ് PSC ഉണ്ട്. അതിലിപ്പം UPSC അതുപോലെ സ്റ്റേറ്റ് PSCയുമായിട്ട്, സ്റ്റേറ്റ് അല്ല ജോയിന്റ് PSC എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സംസ്ഥാനങ്ങൾ കോമൺ ആയിട്ടുള്ള PSC, ആ രണ്ട് PSCയുടെ ചെയർമാനെ നിയോഗിക്കുന്നത് പ്രസിഡന്റ് ആണെങ്കിൽ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെ നിയോഗിക്കുന്നത് ഗവർണറാണ്. ആ ഒരു വ്യത്യാസം ഇവിടെ നിന്ന് ഓർത്തു വയ്ക്കണം. PSC എന്ന് പറയുമ്പോൾ നമുക്ക് UPSC യൂണിയൻ ലെവലിൽ വരുന്ന PSC ഉണ്ട്, ജോയിന്റ് PSC ഒന്നിലധികം സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട PSC ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ് PSC ഒരു സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട PSC ഉണ്ട്. ഇവിടെ അപ്പോയിന്റ്മെന്റിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ UPSCയും ജോയിന്റ് PSCക്കും പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് PSCക്ക് അതത് സംസ്ഥാനങ്ങൾ ഗവർണറാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ബട്ട് ഇവരെയൊക്കെ റിമൂവ് ചെയ്യാനുള്ള അധികാരം ഒരു വ്യക്തിയിൽ മാത്രമാണ്. അതാരാണ്? അത് പ്രസിഡന്റ് ആണ്. ഓക്കെ, അതിപ്പം UPSC ആയാലും ജോയിന്റ് PSC ആയാലും സ്റ്റേറ്റ് PSC ആയാലും റിമൂവ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പ്രസിഡന്റിന് മാത്രമാണ്. ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. ആർട്ടിക്കിൾ 317 ഈ ഒരു കാര്യം പറയുന്നത്. ആർട്ടിക്കിൾ 317 ആർട്ടിക്കിൾ 317 ഡീൽസ് വിത്ത് ദ റിമൂവൽ ആൻഡ് സസ്പെൻഷൻ ഓഫ് എ മെമ്പർ ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഒരു പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തെ എന്താണ്? റിമൂവ് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. പ്രസിഡന്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ക്യാൻ റിമൂവ് ദ ചെയർമാൻ അല്ലേ. ആ രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പറയുന്ന പ്രസിഡന്റ് ഇത്തരത്തിൽ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കാര്യം ഓർത്തു വെക്കണം. ചെയർമാന്റെ മെമ്പേഴ്സിനെ സംസ്ഥാനങ്ങളാണെങ്കിൽ നിയമിക്കുന്നത് ഗവർണറാണെന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം എന്താണ്? ഫെബ്രുവരി 2022 the Delhi High Court reserved judgment on a series of public interest litigations challenging which exception in section 375 of the Indian Constitution. അതായത് ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട IPC സെക്ഷൻ 375 ഒരു എക്സെപ്ഷൻ, ഒരു കാര്യം, ഒരു പർട്ടിക്കുലർ എക്സെപ്ഷൻ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ ഒന്നുകൂടെ പഠിക്കണം എന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് PILs പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ് ലഭിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് 2022 ഫെബ്രുവരി മാസത്തിൽ ഡൽഹി ഹൈക്കോടതി ഒരു ജഡ്ജ്മെന്റ് പുറത്തിറക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഈ പറയുന്ന സെക്ഷൻ 375 ബന്ധപ്പെട്ട എന്ത് കാര്യത്തിലെന്നാണ് ചോദ്യം വന്നത്. ഒന്നാമത്തത് ഫിസിക്കൽ ടോർച്ചർ, രണ്ടാമത്തത് മാരിറ്റൽ റേപ്പ്, മൂന്നാമത്തെ സൂയിസൈഡ്, നാലാമത്തെ ഡൗറി ഡെത്ത്. ഇവിടെ ഉത്തരം മാരിറ്റൽ റേപ്പാണ് വരുന്നത്. ഈ പറയുന്ന മാരിറ്റൽ റേപ്പ് അല്ലെങ്കിൽ വൈവാഹിക ബലാത്സംഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതൊരു എക്സെപ്ഷൻ ആണ്. 375 ഒരു എക്സെപ്ഷൻ ആണെന്ന രീതിയിൽ പറയുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 375 IPC അനുസരിച്ച് എന്താണ്, കൺസെന്റ് ഇല്ലാതെ ബലമായിട്ട് അതിപ്പം മെന്നായാലും വുമൺ ആയാലും എന്താണ് തൻ്റെ പങ്കാളിയെ ബലമായിട്ട് കൺസെന്റ് ഇല്ലാതെ സെക്സിൽ ഏർപ്പെടാൻ വേണ്ടി നിർബന്ധിക്കുന്ന ആ ഒരു കാര്യത്തെ എന്താണ് റേപ്പ് എന്ന രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ടെങ്കിൽ പോലും ആ ഒരു റേപ്പ്, ആ ഒരു കാര്യം, ആ ഒരു സംഭവം കല്യാണം കഴിഞ്ഞ് ഒഫീഷ്യലായിട്ട് കല്യാണം കഴിഞ്ഞ് ആ ഒരു കപ്പിൾസിനിടയിലാണെങ്കിൽ അവിടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെയാണ് സംഭവം, ഈ രീതിയിൽ ഫോഴ്സ് ചെയ്തിട്ടാണെന്ന രീതിയിൽ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, അത് 375 അണ്ടറിൽ വരാറില്ല, അതൊരു എക്സെപ്ഷനായിട്ട് മാറാറുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള മാരിറ്റൽ റേപ്സ് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ആ ഒരു എക്സെപ്ഷൻ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് റീസെൻ്റ് ആയിട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി പോയിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് 2 അംഗ ജഡ്ജിമാരാണ് ഉണ്ടായിരുന്നത്. 2 പേർക്കും 2 അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഒരാൾ ഈ ഒരു വ്യവസ്ഥയെ റദ്ദാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തെ റദ്ദാക്കിയിട്ട് ആ മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്ന കാര്യം 375 പോലെ തന്നെ കൺസെന്റ് ഇല്ലാത്ത ആ ഒരു റേപ്പാണെന്ന് കൊണ്ടുവരണമെന്ന് പറയുന്ന സമയത്ത് മറ്റൊരാൾ പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധമല്ല എന്ന രീതിയിൽ വാദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു കാര്യം ഓർത്ത് വെക്കണം. ആ ഒരു എക്സെപ്ഷൻ 375 ബന്ധപ്പെട്ട മാരിറ്റൽ റേപ്പിൽ വരുന്ന എക്സെപ്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് PIL വരികയും അതിന്റെ ഭാഗമായിട്ട് ഡൽഹി ഹൈക്കോർട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തത്. സെക്ഷൻ 375 IPC അനുസരിച്ച് എന്താണ്, ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ ഭാര്യമാർക്ക് എതിരായിട്ട് ഓപ്പോസിറ്റ് ആരാണോ നൽകുന്നത് അവർ നൽകുന്ന ബലാത്സംഗ കുറ്റം ചുമത്താൻ പറ്റില്ല എന്നൊരു അപവാദമുണ്ടായിരുന്നു. ആ ഒരു അപവാദം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു PIL പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ രീതിയിലൊന്ന് കാര്യം ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്, ഇൻ കേസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ ഈസ് അറസ്റ്റഡ് ആൻഡ് ഡിനൈഡ് ദ റൈറ്റ് ടു ബി ഡിഫൻഡഡ് ദെൻ ഇൻ സച്ച് സിറ്റുവേഷൻ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ പ്രൊവൈഡ് റിലീഫ്. അതായത് നിങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ അറസ്റ്റ് ചെയ്യാനല്ല, നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി എന്താണ് പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി പറയാണ്
തനിക്ക് തൻ്റെ വക്കീലിനെ കാണാം, അല്ലെങ്കിൽ താൻ എന്തിൻ്റെ കേസിലാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നു. അതൊന്നും പോലീസ് പറയുന്നില്ല. പോലീസ് ഒരു വാക്ക് പോലും ഉരിയാടാതെ അയാളെ ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോവുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന വ്യക്തിക്ക് നീതി തേടാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 22 ഉപയോഗിച്ചിട്ടാണ്. ആർട്ടിക്കിൾ 22 പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോ പേഴ്സൺ ഹു ഈസ് അറസ്റ്റഡ് ഷാൽ ബി ഡിറ്റൈൻഡ് ഇൻ കസ്റ്റഡി വിത്തൗട്ട് ബീയിങ് ഇൻഫോംഡ് എന്ന് പറയുന്നുണ്ട്. അതായത് അവർക്ക് ചില അവകാശങ്ങളുണ്ട്. ഓക്കെ, ആ ഒരു അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ അവകാശം എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് ആദ്യം പറയണം. ഓക്കെ, ഒരാൾ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തങ്ങളെ ഇന്ന കാര്യത്തിനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പോലീസ് ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കണം. രണ്ടാമത്തെ എന്താണ്, ആ ഒരു വ്യക്തിക്ക് തനിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ സ്വന്തം അഭിഭാഷകനുമായിട്ട് കൂടിക്കാഴ്ച നടത്താനുള്ള സ്വാതന്ത്ര്യം പോലീസ് നൽകണം. മൂന്നാമത്തെ അവകാശമാണ് ആ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ട് 24 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ മജിസ്ട്രേറ്റിന്റെ അടുത്ത് എത്താനുള്ള സമയമടക്കമാണ് 24 മണിക്കൂറിനുള്ളിൽ ആ വ്യക്തിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ കേസ് എന്താണ്? ഇൻ കേസ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ അറസ്റ്റഡ് ആൻഡ് ഡിനൈഡ് ടു റൈറ്റ് ടു ബി ഡിഫൻഡഡ്. അദ്ദേഹത്തിന് അഭിഭാഷകനെ കാണാൻ പോലുള്ള സ്വാതന്ത്ര്യം നൽകുന്നില്ലെങ്കിൽ അവിടെ ആർട്ടിക്കിൾ 22 ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നോ പേഴ്സൺ ഹു ഈസ് അറസ്റ്റഡ് ഷാൽ ബി ഡിനൈഡ് ഇൻ കസ്റ്റഡി വിത്തൗട്ട് ബീങ് ഇൻഫോംഡ്. അറിയിക്കാതെ ഒരു രീതിയിലും അവരെ അറസ്റ്റ് ചെയ്യാനോ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ലെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ആർട്ടിക്കിൾ 22 ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് അമെൻമെന്റ് ആക്ട് ആഡഡ് 4 ന്യൂ സബ്ജക്ട്? ആർട്ടിക്കിൾ 39, 394, 43A, 48A ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് താഴെ പറഞ്ഞ ഏത് ഭേദഗതി പ്രകാരമാണ്? ആർട്ടിക്കിൾ 39, അതുപോലെ 394 39A ആണ്. ഓക്കെ, 39A, 43A, 48A ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 4 DPSPയിലേക്ക് ആഡ് ചെയ്ത് ചേർത്ത് എന്നാണ് ചോദ്യം വരുന്നത്. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇങ്ങനൊരു അഡിഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് അഡിഷൻ? 39 അല്ലെ. ആർട്ടിക്കിൾ 39 എന്താണ് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി ഫോർ ഹെൽത്തി ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ ആരോഗ്യപരമായുള്ള ഡെവലപ്മെന്റിന് ആർട്ടിക്കിൾ 39 പറയുന്നുണ്ട്. ഇനി ആർട്ടിക്കിൾ 39A എന്താണ് പറയുന്നത്? പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ഫോർ പുവർ. വളരെ പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ടുള്ള ലീഗൽ എയ്ഡ് നൽകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി ആർട്ടിക്കിൾ 43A എന്താണ് പറയുന്നത്? തൊഴിലാളികൾക്ക് വ്യവസായപരമായുള്ള ആ ഒരു മാനേജ്മെന്റ് ആക്ടിവിറ്റീസിൽ അവരെ കൂടെ പങ്കെടുപ്പിക്കാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 48A എന്താണ് പറയുന്നത്? വന്യമൃഗ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ 48A പറയുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടുള്ളത് 1976 42ാമത്തെ ഭരണഘടന ഭേദഗതി പ്രകാരമാണ്. ആ ഒരു കാര്യം അവിടെ നിന്ന് ഓർത്തു വയ്ക്കണം. നെക്സ്റ്റ് ഇൻ ഫെബ്രുവരി 2021 ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ഡിഡ് ദ കോർട്ട് ഒബ്സർവ് ദാറ്റ് കൺസെന്റ് ഓഫ് ഫാമിലി ഈസ് നോട്ട് നീഡഡ് വൺസ് 2 adults ഡിസൈഡ് ടു മാരി. എന്താണ് കാര്യം? 2 adults, അതായത് 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള 2 പേര്, അതായത് പുരുഷന് പറയുന്നത് 21 വയസ്സും സ്ത്രീക്ക് പറയുന്നത് 18 വയസ്സുമാണ് വിവാഹ പ്രായമായിട്ട് പറയുന്നത്. സോ 2 പേരും വിവാഹപ്രായമെത്തിയ 2 വ്യക്തികൾക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഫാമിലി, അച്ഛൻ, അമ്മ ആരും ആയിക്കോട്ടെ, അവരുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സമ്മതം ആവശ്യമില്ല. ഓക്കെ, അവരുടെ പെർമിഷൻ ആവശ്യമില്ല, കൺസെന്റ് ആവശ്യമില്ല. 2 പേരും പരസ്പര സമ്മതത്തോടെയാണെന്നാണ് അവർക്ക് കല്യാണം കഴിക്കാമെന്നാണ് പറയുന്നത്. ഈ ഒരു കേസിന് ആസ്പദമായുള്ള സംഭവം ഏതെന്നാണ് ചോദ്യം വരുന്നത്. ലക്ഷ്മിബായ് ചന്ദർഗി ബെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് കർണാടകയാണ് കേസ് വരുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ കർണാടകയിലെ ഒരു കപ്പിൾസ് 2021 ആ ഒരു സമയത്ത്, അതിനു മുൻപ് ഒളിച്ചോടി കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച സമയത്ത് പെൺകുട്ടിയുടെ ഫാമിലി സ്ട്രോങ് ആയിട്ട് എതിർത്തു. പല കാരണങ്ങളാവും അല്ലെ, കാരണം എന്താണെന്നും പറയുന്നില്ല, പല കാരണങ്ങളാവും ആ ഒരു പെൺകുട്ടിയുടെ ഫാമിലി ശക്തമായിട്ട് എതിർത്തു. ബട്ട് കപ്പിൾസ് പറയുന്നത് ഞങ്ങൾ ഒരു രീതിയിലും പിരിയില്ല എന്ന രീതിയിൽ പറയുകയും അത് പിന്നീട് കോടതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. കോടതി എന്തു പറഞ്ഞു? കോടതി പറഞ്ഞു സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 പ്രകാരം, സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 പ്രകാരം പ്രായപൂർത്തിയായ ആളുകൾക്ക് കല്യാണം കഴിക്കാൻ ഫാമിലിയുടെ സമ്മതം ആവശ്യമില്ല എന്ന രീതിയിൽ കോടതി അതിൽ ഇടപെട്ടിട്ട് പറയുകയും ചെയ്തു. കേസ് ലക്ഷ്മിബായ് വിത്ത് സ്റ്റേറ്റ് ഓഫ് കർണാടക കേസാണല്ലേ. ആ ഒരു കേസ് ഏതാണെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അതായത് 2 വ്യക്തികൾ, അഡൽട്ടായുള്ള 2 വ്യക്തികൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആരുടെയും സമ്മതം വേണ്ട, ആ 2 പേരുടെയും സമ്മതം മാത്രം മതി. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആ രീതിയിൽ ഒന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് 26 January ബീങ് ചൂസൺ ആസ് ഡേ ടു സെലിബ്രേറ്റ് റിപ്പബ്ലിക് ഡേ
aside from the adoption of the constitution. എന്താണ് നമുക്കറിയാം ജനുവരി 26 എല്ലാ വർഷവും നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട് അല്ലേ. ആ ഒരു ഡേ തിരഞ്ഞെടുക്കാനുള്ള പ്രത്യേക കാരണം എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. കാരണമുണ്ട്. കാരണം എന്താണ്? ഡിക്ലറേഷൻ ഓഫ് വ്യോമ സ്വരാജ് അല്ല, പൂർണ്ണ സ്വരാജ്. ഓക്കെ, പൂർണ്ണ സ്വരാജ് അല്ലേ, അതായത് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം വന്ന ടോട്ടൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന പ്രഖ്യാപനം INCയുടെ ലാഹോർ സെഷനിൽ 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന പ്രഖ്യാപനം വരുന്നത്. അതിനനുബന്ധിച്ചിട്ടാണ് പിന്നീട് ജനുവരി 26 എന്താണ് റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത്. സോ ഡിക്ലറേഷൻ ഓഫ് പൂർണ്ണ സ്വരാജിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ജനുവരി 26 പിന്നീട് അങ്ങോട്ട് നമ്മൾ എന്താണ് നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കാൻ വേണ്ടി തുടങ്ങിയത്. ലാഹോർ സെഷനിലാണ് ഈ ഒരു തീരുമാനം വന്നത്. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഏത് ഭാഗമായിരുന്നു ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്? പാർട്ട് 1 യൂണിയൻ ടെറിട്ടറീസ്, അതുപോലെ തന്നെ യൂണിയനും അതിന്റെ ടെറിട്ടറീസും. പാർട്ട് 2 വരുന്നത് സിറ്റിസൺഷിപ്പ്. പാർട്ട് 3 എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണല്ലേ. ആ രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കണം. ഇനി പാർട്ട് 6 ചോദിച്ചിട്ടുണ്ട്. പാർട്ട് 6 എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട്. പാർട്ട് 5 വരുന്നത് യൂണിയൻ ഗവൺമെന്റ് ആണെങ്കിൽ പാർട്ട് 6 സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. പാർട്ട് 9 എന്താണ്? പഞ്ചായത്തുമായിട്ട്. പഞ്ചായത്ത് പാർട്ട് 9 വരുന്നത് മുനിസിപ്പാലിറ്റി. പാർട്ട് 9B വരുന്നത് കോർപ്പറേറ്റീവ് സൊസൈറ്റീസ്. പാർട്ട് 11 വരുന്നത് എന്തായിരുന്നു? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ആണല്ലേ. ആ ഒരു കാര്യം കൂടെ അവിടെ നിന്ന് ഓർത്ത് വെക്കണം. ഉത്തരം വരുന്നത് പാർട്ട് 3 ആണ്. നെക്സ്റ്റ് എന്താണ്? ദ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് റിക്വയർഡ് ടു മേക്ക് റെക്കമെൻഡേഷൻ ടു ദ, അതായത് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ താഴെ പറയുന്ന, അതായത് ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ ഫിനാൻസ് സെക്ടറിൽ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻ നൽകുന്നത് ആർക്കാണ് എന്ന രീതിയിലാണ് ചോദ്യം വരുന്നത്. ഉത്തരം വരുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ, ആ ഒരു ചോദ്യം വളഞ്ഞു തിരിഞ്ഞുള്ള ഒരു ചോദ്യമാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ ഫിനാൻസ് സെക്ടറായിട്ട് ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻ പ്രസിഡന്റിന് നൽകുന്നത് ഫിനാൻസ് കമ്മീഷനാണ്. അത്ര മാത്രമേ ഉള്ളൂ. ദ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് റിക്വയർഡ് ടു മേക്ക് റെക്കമെൻഡേഷൻ ടു. ആർക്ക് റെക്കമെൻഡേഷൻ നൽകണം എന്നാണ് ചോദ്യം. പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കാണ് അദ്ദേഹം റെക്കമെൻഡേഷൻ നൽകുന്നത്. ആർട്ടിക്കിൾ 250 പ്രകാരമാണ് ഫിനാൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ആ രീതിയിൽ ഓർത്തു വെക്കണം. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ടു ഡിഫൈൻ ദ ഫിനാൻഷ്യൽ റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ റിലേഷൻ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഫിനാൻസ് കമ്മീഷൻ രൂപീകരിച്ചതെന്ന് നമുക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റിപ്പുലേറ്റ് ദാറ്റ് ദ law declared by the Supreme Court shall be binding all courts within the territory of India? എന്താണ് കാര്യം? ഇന്ത്യയിൽ സുപ്രീം കോടതി ഒരു വിധി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു വിധി എല്ലാ കോടതിയും, ഇന്ത്യയിലെ ഏത് കോടതി ആയിക്കോട്ടെ, ആ ഒരു കോടതിയൊക്കെ അംഗീകരിക്കണം എന്ന രീതിയിൽ പറയുന്ന ആർട്ടിക്കിൾ ഏതെന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 141 പ്രകാരമാണ് ഈ ഒരു കാര്യം വരുന്നത്. ഓക്കെ, 141 പ്രകാരം എന്താണ്? സുപ്രീം കോടതി ഒരു നിയമം പ്രസ്താവിച്ചാൽ അത് ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ബാധകമായിരിക്കും. ആ ഒരു കാര്യം ഇവിടെ ഒന്ന് ഓർത്തു വെക്കണം. ക്ലിയർ ആണല്ലോ? ആർട്ടിക്കിൾ 141 ആണ്. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് റൈറ്റ് ഈസ് ഗ്യാരണ്ടീഡ് ബൈ ദ ആർട്ടിക്കിൾ 25 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 25 നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ആർട്ടിക്കിൾ 25 ബന്ധപ്പെട്ട ഒരു മതസ്വാതന്ത്ര്യവും കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അതായത് സ്വതന്ത്രമായിട്ട് ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യക്കാർക്കുണ്ട്, അതുപോലെ വിദേശികൾക്കും ലഭ്യമാണെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 25. ഹിന്ദു മൽഹോത്രയുമായിട്ട് ബന്ധപ്പെട്ട അവർ ശബരിമല കാര്യങ്ങൾ ആർട്ടിക്കിൾ 25 അവർ ഉപയോഗിച്ചെന്ന് പറഞ്ഞു അല്ലേ. സോ ഒരു ആർട്ടിക്കിൾ 25 പ്രകാരമാണ്. സോ ആ ഒരു കാര്യം എന്താണ്? ആർട്ടിക്കിൾ 25 എന്താണ് വരുന്നത്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനാണ് ആർട്ടിക്കിൾ 25 പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എൻഷൈൻസ് ടു വാല്യൂ ആൻഡ് പ്രിസർവ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് അവർ കോമ്പോസിറ്റ് കൾച്ചർ? നമ്മുടെ ഇന്ത്യയുടെ എന്താണ് റിച്ച് ഹെറിറ്റേജും അതുപോലെ ആ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന എന്താണ്? ആർട്ടിക്കിൾ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കം അണ്ടർ ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പ്രതിപാദിക്കാത്ത കാര്യം ഏത് എന്നാണ് ചോദ്യം വന്നത്. ഒന്നാമത്തെ എന്താണ്? സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് അബ്ജർ വയലൻസ്. എന്താണ്? നമ്മുടെ പൊതുമുതൽ സംരക്ഷിക്കാനും അതുപോലെ അക്രമം ഒഴിവാക്കാനൊക്കെ പറയുന്നുണ്ട്. അത് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് നമ്മുടെ. രണ്ടാമത്തെ എന്താണ്? ചെറിഷ് ആൻഡ് ഫോളോ ദ നോബിൾ ഐഡിയൽസ് ദാറ്റ് ഇൻസ്പയർ ദ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. ഓക്കെ, അത് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ആശയങ്ങളെ പിന്തുടരുക എന്ന് പറയുന്നുണ്ട്. അതും നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പരമാധികാരവും കാര്യങ്ങളൊക്കെ ഐക്യമൊക്കെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ എക്സൈസ് അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഈ ഒരു കാര്യം എന്താണ്? ഇത് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ല. വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ല. ഓക്കെ, അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്താണ്? നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ല. ഭരണഘടനാപരമായിട്ട് നമുക്ക് ലഭിച്ചില്ല ഒരു അവകാശമാണെങ്കിലും അത് ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ല. ആ രീതിയിൽ ഒന്ന് ഓർത്തു വെക്കണം. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഇതിൻ്റെ ഒരു പാർട്ട്
3 വീഡിയോ കൂടെ ആവശ്യമായിട്ട് വരും. ആ ഒരു പാർട്ട് 3 വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്